പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. വീണ്ടും പ്രേക്ഷകരോടൊപ്പം ഒരു പ്രാവശ്യം കൂടി ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുന്നതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ഷീബ എബ്രഹാമാണ്. കർത്താവിൻ്റെ ദാസിയെ ഒന്ന് പരിചയപ്പെടുത്താൻ ഞങ്ങൾ വളരെ സന്തോഷമുണ്ട്. ആകയാൽ നമുക്ക് എല്ലാവർക്കും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി സിസ്റ്റർ ഷീബ എബ്രഹാമിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദാസി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താം. പ്രൈസ് ലോർഡ്. അരോമ ടിവിയിലെ എല്ലാ പ്രേക്ഷകർക്കും എന്റെ സ്നേഹത്തെ അറിയിക്കുന്നു. എന്റെ പേര് ഷീബ എബ്രഹാം. എന്റെ സ്വദേശം തിരുവല്ലായ്ക്കടുത്ത് ചാത്തഗിരി എന്ന പറയുന്ന സ്ഥലത്താണ്. എൻ്റെ ഹസ്ബൻഡിന്റെ പേര് പാസ്റ്റർ വിനോജ് തോമസ്. മക്കൾ 3 പേര്. ഞങ്ങൾ റിവിവൽ ചർച്ച് ഓഫ് ഇന്ത്യയില് ഇപ്പം ശുശ്രൂഷ ചെയ്യുന്നു തിരുവല്ലായി. കർത്താവിന്റെ ദാസിയെ പരിചയപ്പെടുത്തിയാൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിലെ അനുഗ്രഹിക്കപ്പെട്ട നല്ല അനുഭവങ്ങളും ഓർമ്മക്കുറിപ്പുകളും ബാല്യകാലം മുതൽ ഇങ്ങോട്ടുള്ളതായ ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി തുടർന്ന് പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയായിരിക്കുമ്പോൾ തുടർന്ന് സിസ്റ്ററിനെ സംസാരിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അരോമ ടിവിയിലേക്ക് എന്നെ ക്ഷണിച്ച പാസ്റ്റർ ദാനിയൽ ജോൺ പാസ്റ്ററും കുടുംബത്തിനായി എന്റെ സ്നേഹത്തെ അറിയിക്കുന്നു. എല്ലാ പ്രേക്ഷകരോടും എന്റെ നന്ദി അറിയിക്കുകയാണ്. എന്റെ സ്വദേശം, എന്റെ ബാല്യകാലം മുതൽ ഞാൻ പറയുകയാണെങ്കിൽ എന്റെ സ്വദേശം എഴുമറ്റൂർക്കടുത്ത് മേത്താനം എന്ന പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. അങ്ങനെ അവിടെ ജനിച്ച് വളർന്നു. എൻ്റെ വല്യപ്പച്ചൻ മുതൽ ഞങ്ങൾ മർത്തോമ ബാക്ക്ഗ്രൗണ്ടാണ്. വല്യപ്പച്ചൻ മർത്തോമയിലെ ഉപദേശിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ഒരു രീതിയിലാണ് ഞങ്ങൾ വളർന്നു വന്നത്. എൻ്റെ മാതാപിതാക്കൾ അങ്ങനെ ആ മർത്തോമയിലായിരുന്നു. പിന്നീട് വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനിടയായി. എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ എൻ്റെ മാതാപിതാക്കൾ വിശ്വാസത്തിൽ കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നു. അന്ന് മുതൽ കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ എൻ്റെ ഭവനമായിരിക്കാനിടയായി. എൻ്റെ മാതാവിന്റെ ഭവനത്തിൽ നിന്ന്, എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ നിന്ന് ഞങ്ങൾ ഒറ്റയ്ക്കാണ് വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. ആ വിശ്വാസത്തിൽ ഒറ്റയ്ക്ക് വന്നതിൻ്റെതായ ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ദൈവം എല്ലാവരെയും പിൽക്കാലത്ത് കൊണ്ടുവരുവാനിടയായി. എൻ്റെ മാതാപിതാക്കൾക്ക് എൻ്റെ പപ്പായുടെ പേര് പാസ്റ്റർ വി എബ്രഹാം, ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ പാസ്റ്റർ ആയിരുന്നു. മാതാവിന്റെ പേര് കുഞ്ഞുഞ്ഞമ്മ എബ്രഹാം. ഞങ്ങൾ മക്കൾ 3 പേരാണ്. മൂത്തത് എൻ്റെ ഒരു ബ്രദറ്, രണ്ടാമത് ഞാന്, മൂന്നാമത് എൻ്റെ ഒരു സിസ്റ്റർ. ഞങ്ങൾ 3 മക്കളായിരുന്നു എൻ്റെ മാതാപിതാക്കൾക്ക്. എൻ്റെ മാതാപിതാക്കൾ കർത്താവിനെ അറിയുവാനിടയായി. അത് കഴിഞ്ഞ് മാതാപിതാക്കൾ വിശ്വാസത്തിലേക്ക് വന്ന ശേഷം ദൈവവേലയിലേക്ക് ഇറങ്ങി. അങ്ങനെ എൻ്റെ മാതാപിതാക്കൾ ദൈവവേല ചെയ്തു കൊണ്ടേയിരുന്നു. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൽ 45 വർഷത്തോളം എൻ്റെ മാതാപിതാക്കൾ ദൈവത്തിന്റെ വേല ചെയ്തു. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോകണമെങ്കിൽ ഞങ്ങൾ കൂടുതൽ നോക്കുകയാണെങ്കിൽ മർത്തോമയെന്ന് വിട്ടുവന്ന് വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഞങ്ങൾ ചർച്ച് മിനിസ്ട്രിയോട് സംബന്ധിച്ച് ഞങ്ങൾ ഫെയ്ത്ത് ഹോം ജീവിതമായിരുന്നു. അങ്ങനെ ആ ഒരു രീതിയിലാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ വളർത്തി എടുത്തത്. നല്ല ശിക്ഷണത്തിലും ദൈവികമായ രീതിയിലും ഒക്കെ ഞങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് സഹായിച്ചു. ആരാധനയിലും പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഒക്കെ അങ്ങനെ ഒരു രീതിയിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ വളർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ വന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ ഏത് കാര്യം ഉണ്ടെങ്കിലും കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്നവരായി തീരുവാനായിട്ടിടയായി. അങ്ങനെ ഞങ്ങളുടെ വിദ്യാഭ്യാസം എല്ലാം ദൈവം സ്റ്റെപ്പായിട്ട് നടത്തി. അങ്ങനെ എൻ്റെ കോളേജ് 10ാം ക്ലാസ്സിലെ പഠിത്തം കഴിഞ്ഞു. കോളേജിൽ പോയി, കോളേജിന്റെ പഠിത്തം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ നേഴ്സിംഗ് പഠിക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. ചെറുപ്രായത്തിൽ തന്നെ എൻ്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിന്റെ കൽപ്പന അനുസരിക്കുവാന്
കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിപ്പാൻ ദൈവം ഞങ്ങൾക്ക് അവസരം ഒരുക്കി. അങ്ങനെ കർത്താവിന്റെ വേലയിൽ ഞങ്ങൾ മാതാപിതാക്കൾ മുമ്പോട്ട് പോകുന്നു. ഞങ്ങളും അപ്രകാരം തന്നെ ഞങ്ങളെ ദൈവം നടത്തിക്കൊണ്ടേയിരുന്നു. ദൈവം ആ വഴിയാണ് ഏറ്റവും വലിയതെന്നുള്ളത് പലപ്പോഴും ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങൾക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ. കർത്താവിനോട് ചേർന്നിരിക്കുന്നവരെ ദൈവം ഹല്ലേലൂയ ആദരിക്കുന്ന ദൈവമാണ്, ദൈവം സഹായിക്കുന്ന ദൈവമാണ്. എന്ത് വിഷയങ്ങൾ വന്നാലും നമ്മൾ അതിൽ നിന്ന് വ്യതിചലിക്കുവാൻ ഇടയാകുകയില്ല എന്നുള്ള ഒരു ഇത് ഞങ്ങളുടെ ചെറുപ്രായത്തിൽ തന്നെ കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾക്ക് ഫെയ്ത്ത് ഹോം ജീവിതം ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായിരുന്നു. അവിടെയുള്ള ദൈവമക്കളോട്, ദൈവജനങ്ങളോട്, ദൈവദാസന്മാരോടും ഒക്കെയും ഞങ്ങൾക്ക് കൂട്ടായ്മ ആചരിക്കുന്നതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹവും സന്തോഷകരവുമായിരുന്നു. അങ്ങനെ ഞങ്ങളെ എൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം എനിക്ക് നഴ്സിംഗ് പഠനം കഴിഞ്ഞു. ഞാൻ ബോംബെയിലും കുറച്ച് സമയം ഞാൻ ഗൾഫിന്റെ പ്രദേശത്തും എനിക്ക് ജോലി ചെയ്യുവാനായിട്ട് കഴിഞ്ഞു. ജോലി ചെയ്ത് ഞാൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അനേക ദൈവമക്കൾ കൂടെ, ദൈവദാസന്മാരിൽ കൂടെ ഒക്കെയും ദൈവം എന്നോട് ഇടപെട്ടുകൊണ്ടേയിരുന്നു. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ പൂർണ്ണമായിട്ട് ഉള്ളതാണ്. അത് ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ മക്കൾ 3 പേരും ദൈവ വേലയ്ക്ക് വേണ്ടി ഉള്ളതാണ് എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ ദൈവീയ വേല ചെയ്യുന്നതിന് വളരെ സന്തോഷമാണ്. എപ്പോഴും ഹല്ലേലൂയ ദൈവീയ കാര്യങ്ങളിലും പ്രാർത്ഥനയിലും ആരാധനയിലും ഉപവാസത്തിലും ഒക്കെയും മുന്നിൽ കയറുന്നതിന് എനിക്ക് വളരെ താല്പര്യമായിരുന്നു. എപ്പോഴും ദൈവമക്കളോട് കൂടെ ചേർന്നിരിക്കുന്ന, അതാണല്ലോ നമ്മുടെ ഈ ഭൂമിയിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നതിൽ ഏറ്റവും വലിയ സന്തോഷം. ഹല്ലേലൂയ ദൈവത്തോട് അടുത്തിരിക്കുക എന്നുള്ളതാണല്ലോ. ഹല്ലേലൂയ. അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. ഞാൻ ഗൾഫിൽ പോകുന്നതിന് മുമ്പ് ഒരു അമ്മച്ചി എന്നോട് വ്യക്തമായി ഇടപെട്ടു. മകളെ, നീ കടന്നുപോയി, ഹല്ലേലൂയ, ഗൾഫിൽ പോയിട്ട് വന്ന് ഹല്ലേലൂയ, നീ കടന്നു വന്നു കഴിഞ്ഞ് നിന്റെ വിവാഹം കഴിഞ്ഞ് നീ കർത്തൃവേലയിലേക്ക് ഇറങ്ങുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അതുകൊണ്ട് ദൈവം എന്നെ വിളിച്ച് കർത്താവിന്റെ വേല ചെയ്യിക്കും. ജോലിയും മറ്റുള്ള ഒന്നുമല്ല കർത്താവിന്റെ ഉദ്ദേശം. ഹല്ലേലൂയ. കർത്താവിന്റെ വേല ചെയ്യിക്കുക എന്നുള്ളതാണെന്ന്. അങ്ങനെ ആ ഒരു രീതിയിലുള്ള ഒരു ജീവിതം എനിക്ക് നയിക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. അതുകൊണ്ട് എപ്പോഴും എനിക്കൊരു ബോധമുണ്ടായിരുന്നു, കർത്താവിന്റെ വേല ചെയ്യേണ്ടതാണ്, കർത്താവിന് വേണ്ടി അധികം നിൽക്കേണ്ടതാണെന്നുള്ള ഒരു ബോധമുള്ളത് കൊണ്ട് ഞാൻ എപ്പോഴും ആ വഴിയിൽ തന്നെയാണ് നീങ്ങാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നത്. അങ്ങനെ എൻ്റെ മാതാപിതാക്കൾ എന്നെ വളർത്തി, ഹല്ലേലൂയ, അങ്ങനെ ജോലിക്ക് വിട്ടു. അങ്ങനെ ജോലി ചെയ്തു. ഞാൻ തിരിച്ചു വന്നു. എൻ്റെ വിവാഹം ഒക്കെ ആലോചനകളെല്ലാം വന്നു. പെട്ടെന്ന് എൻ്റെ വിവാഹം നടന്നു. വിവാഹം നടക്കുവാനായിട്ട് ഇടയായി. അങ്ങനെ പെട്ടെന്ന് വിവാഹത്തിന് വേണ്ടി ക്രമീകരിച്ചിരുന്നത് ചാത്തങ്കരിയിൽ നിന്നുള്ള ആലോചന വന്നു. അങ്ങനെ ചാത്തങ്കരിയിൽ നിന്ന് ആലോചന വന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് വേണ്ടി എൻ്റെ വിവാഹമൊക്കെ നടക്കുവാനായിട്ട് ഇപ്പോൾ കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവീയ ശുശ്രൂഷകൻ പാസ്റ്റർ വിനോദ് തോമസിനെ എനിക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വിവാഹം ഒക്കെയും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടക്കുവാനായിട്ട് ഇടയായി. ഈ വിവാഹം നടന്ന് ഞങ്ങൾ വളരെ സന്തോഷത്തോടെ അനുഗ്രഹത്തോടെ മുമ്പോട്ട് പോകുവാനായിട്ട് ദൈവം സഹായിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ കൂട്ടുദാസന് ഗൾഫിൽ നിന്ന് കടന്നു വന്നു, വിവാഹം നടന്നു. അങ്ങനെ ദേവദാസൻ എന്നോട് പറയുന്നുണ്ട്, ഒന്നുകിൽ നമുക്ക് കുവൈറ്റിലോ അല്ലെങ്കിൽ നമുക്ക് സൗദിയിലോ എവിടെയെങ്കിലും കടന്നുപോയി സെറ്റിലായി നമുക്ക് കർത്താവിന്റെ വേലയും കൂടെ ചെയ്യാം. പക്ഷെങ്കിൽ നമ്മുടെ ഉദ്ദേശങ്ങളല്ല കർത്താവിന്റെ ഉദ്ദേശങ്ങളെന്ന് ദൈവം വ്യക്തമായിട്ട് ഞങ്ങളെ അറിയിക്കുവാനിടയായി. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ഒരു തീരുമാനം എടുക്കും. ആ തീരുമാനങ്ങളല്ല കർത്താവിന്റെ തീരുമാനങ്ങൾ. കർത്താവിന്റെ വചനത്തിൽ പറയുന്നു, എന്റെ വഴികളല്ല നിങ്ങളുടെ വഴികൾ, എന്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ. അങ്ങനെ കർത്താവിന്റെ വചനത്തിലും കർത്താവിന്റെ വഴിയിലും ഒക്കെയും പോകണമെങ്കിൽ കർത്താവ് നയിക്കുന്ന വഴിയിലേ പോകേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ അതെനിക്ക് ഞങ്ങൾക്ക് മനസ്സിലാകുവാനിടയായി. പെട്ടെന്ന് ഞങ്ങളുടെ വിരുന്നൊക്കെ ഉണ്ട് നടക്കുന്ന സമയങ്ങളിൽ വിരുന്ന് ഉണ്ട്, ഇങ്ങനെ പല ഇടങ്ങളിലേക്ക് ഞങ്ങളെ വിളിച്ചു വിരുന്നുണ്ട് ഇങ്ങനെ പോകുന്ന സമയങ്ങളിൽ അങ്ങനെ ഒരു ദിവസം 43-ാമത്തെ ദിവസമായപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് പെട്ടെന്ന് കാലിന് രണ്ടിനും മസിൽസിന് വേദന തുടങ്ങി. ഞങ്ങൾ ചിന്തിച്ചു പല ഇടങ്ങളിലേക്ക് പോകുന്നത് കൊണ്ടായിരിക്കും ഇങ്ങനെ വേദന വരുന്നതെന്ന്. പക്ഷെങ്കില്
അത് ഓരോ മിനിറ്റ് ചെല്ലും തോറും അത് ഹോൾ ബോഡിയിലേക്ക് വ്യാപിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം പെട്ടെന്ന് എൻ്റെ സഹോദരിയുടെ കുടുംബത്തിൽ കടന്നു ചെന്നു. ഞങ്ങൾ വിരുന്ന് കഴിഞ്ഞ് പെട്ടെന്ന് വന്നപ്പോഴേക്കും ബോഡിക്ക് കംപ്ലീറ്റ് വേദനയായി. ഒരു തരത്തിൽ ആ പെയിൻ സഹിക്കാൻ വയ്യാത്ത വേദന. അങ്ങനെ വൈകിട്ട് ഒരു കോട്ടേജ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ കോട്ടേജ് മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് എഴുന്നേൽക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള വേദന. അങ്ങനെ അവിടെയുള്ള പ്രിയപ്പെട്ടവരും ദൈവമക്കളും എല്ലാം അവിടെ നിന്ന് പെട്ടെന്ന് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഞങ്ങളുടെ മാതൃസഭ ചാത്തങ്കേരി ശാരോൻ ഫെലോഷിപ്പ് ചർച്ചാണ്. അങ്ങനെ അവിടെയുള്ള ദൈവമക്കളും ദൈവദാസന്മാരും എല്ലാം കൂടെ ഞങ്ങളെ കൊണ്ട് വീട്ടിലാക്കി. അന്നത്തെ ദിവസം വളരെ വേദനയായി. മമ്മി ചൂടൊക്കെ വെച്ചു. അങ്ങനെ കിടന്നുറങ്ങുവാനിടയായി. എനിക്ക് എൻ്റെ ഹസ്ബൻഡിന് അവര് 3 പേരാണ്. മൂത്തത് ഒരു സിസ്റ്ററും കുടുംബവും, ഒരു ബ്രദറും കുടുംബവും, മൂന്നാമത്തേതാണ് എൻ്റെ ഹസ്ബൻഡ്. അങ്ങനെ അവിടെ അന്നത്തെ ദിവസം ചൂടൊക്കെ വെച്ച് കിടന്നുറങ്ങി. രാവിലെ ആയപ്പോൾ എനിക്ക് എഴുന്നേൽക്കാൻ ഒരു തരത്തിൽ പറ്റുന്നില്ല. ബോഡിക്ക് ഫുൾ വേദന. ഞങ്ങളുടെ ദേവദാസൻ ഓടി വന്നു പ്രാർത്ഥിച്ചു. അന്നേരം ഗൾഫിന് പോകുവാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുന്ന കൊണ്ട് പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റൽ എവിടെയെങ്കിലും ഒന്ന് കാണിക്കാം, വൈറൽ ഫീവർ ആയിരിക്കുമല്ലോ എന്നും കണ്ട് പെട്ടെന്ന് കാണിക്കാമെന്നും കണ്ട് പോയപ്പോൾ പായിപ്പാട്ട് അവർ ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ ഡോക്ടർ ഇല്ലായിരുന്നു. അത് നമ്മുടെ ഒരു അനുഗ്രഹമായിരുന്നു. പെട്ടെന്ന് മെഡിക്കൽ ട്രസ്റ്റിൽ കാണിച്ചു. അവിടെയുള്ള ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ഇതൊരു സാധാരണ വേദനയല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അല്ല. അതുകൊണ്ട് ഏതെങ്കിലും മറ്റുള്ളൊരു ഹോസ്പിറ്റലിൽ, നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവർ അവിടുന്നുള്ള നിർദ്ദേശപ്രകാരം ഞങ്ങൾ അന്ന് ഉച്ചയായപ്പോഴത്തേക്കും വീട്ടിൽ കടന്നു വന്നിട്ട് അവിടെ നിന്ന് ഞങ്ങളെ മറ്റുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുവാനായിട്ട് ഇടയായി. ആ പോകുന്ന വഴിയിൽ തന്നെ ഡോക്ടർ പറഞ്ഞിരുന്നു 3 മണിക്ക് മുൻപ് കൊണ്ടുപോകണം, അത് കഴിയുമ്പോഴേക്കും ശ്വാസം മുട്ടൽ അനുഭവപ്പെടുമെന്ന്. ആ പറഞ്ഞതുപോലെ തന്നെ 3 മണി കഴിഞ്ഞ് ഞങ്ങൾ പോകുന്ന വഴിയിൽ തന്നെ ശ്വാസം മുട്ടാൻ തുടങ്ങി. ഒരു തരത്തിലും ശ്വാസം എടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഓരോ മിനിറ്റ് ചെല്ലും തോറും അങ്ങനെ അസ്വസ്ഥതകള് കൂടിക്കൊണ്ടേയിരുന്നു. പക്ഷെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു സഭയും ദൈവമക്കളും എപ്പോഴും കൂടെ ഉണ്ട്. ഹല്ലേലൂയ. അവർ ഈ പോകുന്ന വിഷയം അറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ആരും സഹായമില്ല, പക്ഷെങ്കിൽ അവിടെ നമ്മുടെ കർത്താവാണ് നമുക്ക് സഹായം. ഹല്ലേലൂയ. അങ്ങനെ പോകുന്ന വഴിയിൽ തന്നെ ശ്വാസം മുട്ടൽ കണ്ടമാനം കൂടി. പെട്ടെന്ന് ആദ്യം പോകുന്നത് ലിസി ഹോസ്പിറ്റലിലേക്കാണ്. ലിസി ഹോസ്പിറ്റലിൽ ചെന്നു. ഹല്ലേലൂയ. ലിസി ഹോസ്പിറ്റലിന് അടുക്കാറായപ്പോഴത്തേക്കും നല്ല ശ്വാസം മുട്ടൽ, ഒരു തരത്തില് ശ്വാസം എടുക്കാൻ പറ്റാത്ത രീതിയിൽ പെട്ടെന്ന് അവര് കാഷ്വാലിറ്റി കയറ്റിയിട്ട് അവര് ചെക്കപ്പ് ചെയ്തു അവരവിടെ കിടത്തി നോക്കിയപ്പോൾ ശ്വാസം മുട്ടൽ കണ്ടമാനം കൂടുകയാണ്. അവരവിടെ ഒന്നാമത് 1999 ഡിസംബർ 24 ആയിരുന്നു. ഈ അന്ന് ക്രിസ്മസിന്റെ തലേ ദിവസം ആയതുകൊണ്ട് എല്ലായിടത്തും ഡോക്ടേഴ്സ് അവൈലബിൾ അല്ല. ഡ്യൂട്ടി ഡോക്ടേഴ്സ് ഉണ്ട്, മെയിൻ ഡോക്ടേഴ്സ് പലയിടത്തും അവൈലബിൾ അല്ല. അങ്ങനെ ഡോക്ടേഴ്സ് അവിടെ ചെന്നു. ഡോക്ടേഴ്സ് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് അവിടെ അല്പമായ തടസ്സങ്ങളുണ്ട്. അവർ പറഞ്ഞു, നിങ്ങൾ ഇവിടെ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അവിടെ കിടക്കും തോറും അവർ പരിശോധിക്കും തോറും സമയങ്ങൾ ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് പോകണം. അവർ തന്നെ പറഞ്ഞു, ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ അവര് ലിസി ഹോസ്പിറ്റലിലെ മെഡിക്കൽ ട്രസ്റ്റിന്റെ ഹോസ്പിറ്റലിലെ അമൃതയുടെ ഹോസ്പിറ്റലിന്റെ ഒക്കെ പേര് ഡോക്ടേഴ്സ് തന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോയത് തന്നെ അവിടെ ചെന്ന് ലിസി ഹോസ്പിറ്റലിൽ നോക്കിയപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കിടന്നു. 5:30 ആയപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു. 8:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവർ പറഞ്ഞു, ഇനിയും നിങ്ങൾ അമൃതാനന്ദബായിയുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ ഒരു തരത്തില് 8:30 ആയപ്പോഴത്തേക്കും അമൃതാനന്ദബായിയുടെ ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഹല്ലേലൂയ, അവിടെയുള്ള ഡോക്ടേഴ്സ് എല്ലാം നോക്കി. അവിടെ വെന്റിലേറ്ററിലെല്ലാം പേഷ്യൻസ് കിടക്കുന്നു.
അങ്ങനെ അവിടെയും ഡോക്ടർ നോക്കുന്ന നെർവിന്റെ ഡോക്ടർ ലീവിലാണ്, ഡ്യൂട്ടി ഡോക്ടർ ഉണ്ട്. അങ്ങനെ അവർ നോക്കിയതിന് ശേഷം അവർ പറഞ്ഞു ഇപ്പോൾ ഡോക്ടർ ലീവിലാണ്. അങ്ങനെ അസൗകര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനിയും കർത്താവെ, ഇനി ഞങ്ങൾ എവിടെ കൊണ്ടുപോകണം? അവിടെ ചെന്നപ്പോഴത്തേക്ക് ശ്വാസം ഒട്ടും എടുക്കുവാൻ കഴിയാതെ അവർ പിന്നെ ഓക്സിജൻ കൊടുക്കേണ്ട സ്റ്റേജിലേക്ക് വന്നു. ഓക്സിജൻ ഓരോ മിനിറ്റ് കഴിയും തോറും, ഓരോ മിനിറ്റും നമുക്ക് വിലപ്പെട്ടതാണ്. ഓരോ മിനിറ്റ് കഴിയും തോറും നമുക്ക് പ്രയാസങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്സിജൻ കൊടുക്കുവാൻ തുടങ്ങി. ഓക്സിജൻ കൊടുക്കുന്നുണ്ട്, പക്ഷെ ബോഡി പെയിനും ഭയങ്കര ബോഡി പെയിനാ. അങ്ങനെ ആ ഒരു അവസാനം അവർ അവിടെ നോക്കി 10:30 ആയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, നിങ്ങൾ ഇനി ഹോസ്പിറ്റൽ, വേറെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലോട്ട് നോക്കാം. അപ്പം പപ്പായുടെയും ഞങ്ങളുടെയും കരച്ചിൽ കൊണ്ട് അവർ പെട്ടെന്ന് വേറെ ഹോസ്പിറ്റലില് ഇതുപോലെ പറഞ്ഞു, മെഡിക്കൽ ട്രസ്റ്റില് ഹോസ്പിറ്റലില് ഡോക്ടർ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ പോകാൻ തയ്യാറാണോ? ഈ ഇത്ര രൂപയുടെ ഇഞ്ചക്ഷൻ എടുക്കണം, നിങ്ങൾ ചെന്നാൽ ഉടനെ ഇഞ്ചക്ഷൻ എടുക്കണം, ഡോക്ടർ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഡോക്ടറുമായിട്ട് സംസാരിച്ചു. ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് പേഷ്യൻറ്റിനെ കൊണ്ടുപോകാന്ന് പറഞ്ഞ അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോകുവാനായിട്ട് ഇടയായി. ഇവിടുന്ന് പോകുമ്പോൾ ഞങ്ങൾ പിന്നീട് പോകുന്നത് ആംബുലൻസിലാണ്. അത്രയ്ക്ക് ശ്വാസം എടുക്കാൻ വയ്യ. ഓക്സിജൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അത് റെസ്പോണ്ട് ചെയ്യാൻ വയ്യാത്ത ഒരു രീതിയിലേക്കുള്ള അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒരു 11 മണി 10:45 11 ആയപ്പോഴേക്കും മെഡിക്കൽ ട്രസ്റ്റിൽ ചെന്നു. നേരെ അവർ പെട്ടെന്ന് ഐസിയുവിലേക്ക് കയറ്റി ഡോക്ടേഴ്സ് പറയുന്നുണ്ട്, കൈ പൊക്ക്, കാല് പൊക്ക് എന്നൊക്കെ. അപ്പോൾ ചെറിയ രീതിയിൽ കൈകളും കാലുകളും ഒക്കെ പൊക്കാനായിട്ട് കഴിയുന്നുണ്ട്, പക്ഷെങ്കിൽ വേദന ഭയങ്കരമാണ്. പെട്ടെന്ന് മൂക്കിൽ കൂടെ ഓക്സിജൻ കൊടുത്തു. അവര് പറഞ്ഞു ആദ്യം നമുക്ക് നോക്കാം, ഈ ഇഞ്ചക്ഷൻ കൊടുക്കാം, ഇഞ്ചക്ഷൻ കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. അവര് ആരും ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ഈ രോഗത്തിന്റെ സ്റ്റേജ് പോകുന്നത്. വളരെ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സ്റ്റേജിലാണ് പോകുന്നത്. അന്ന് രാത്രിയിൽ അവർ ഓക്സിജൻ ഒക്കെ കൊടുത്തു. അവർ പറഞ്ഞു, നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള നേർവിന് വരുന്ന ഒരു വൈറൽ അറ്റാക്കാണ്, അതുകൊണ്ട് നമുക്ക് ഒരു ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എടുക്കുവാൻ തയ്യാറാണോ എന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു, എടുക്കണം, ഇഞ്ചക്ഷൻ എടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 5 ദിവസത്തെ കോഴ്സാണ് അത്, 5 ദിവസം കൊണ്ട് അത് എടുക്കണം. അത് ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാനായിട്ടാണ്. ഇത് രോഗപ്രതിരോധ ശേഷി ഇപ്പൊ ഇല്ലാത്തത് കൊണ്ടാണ് ഈ രോഗം ബാധിച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ അത് മനസ്സിലാക്കിയിട്ട് അവർ പറഞ്ഞു 5 ദിവസത്തെ ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സമ്മതിച്ചു എന്നാ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട്. അവർ ഇഞ്ചക്ഷൻ എടുക്കുവാനായിട്ട് അവർ തുടങ്ങി. ഓരോ ദിവസവും ഇഞ്ചക്ഷൻ എടുക്കാൻ തുടങ്ങി. ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ ഇഞ്ചക്ഷൻ എടുക്കുന്നത് ബോഡി ഒട്ടും പ്രതികരിക്കുന്നില്ല. ഇമ്യൂണോഗ്ലോബിൻ എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ എടുക്കുന്നെങ്കിലും ആ ബോഡി ഒട്ടും പ്രതികരിക്കാത്തത് കൊണ്ട് ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളാണ് വരുന്നത്. ഓരോ ദിവസവും ഇന്ന് ഇഞ്ചക്ഷൻ കഴിയുമ്പോഴേക്കും ഒന്നുകിൽ യൂറിൻ പോകത്തില്ല, അങ്ങനെ അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ കൂടുന്നു. അങ്ങനെ 5 ദിവസം കൊണ്ട് അവര് ഇഞ്ചക്ഷൻ ചെയ്ത് നിർത്തി. ആ ഇഞ്ചക്ഷൻ എടുത്തേണ്ടതായ യാതൊരു പ്രയോജനവുമില്ല. അവർ ബോംബെയിൽ നിന്ന് വരുത്തിയാണ് ഇഞ്ചക്ഷൻ എടുത്തത്. പക്ഷെങ്കിൽ അത് ബോഡി പ്രതികരിക്കാത്തത് കൊണ്ട് അവർ പറഞ്ഞു, ഇനി നമുക്ക് വേറെ ഒരു രീതിയുണ്ട്, അത് പ്ലാസ്മഫെറസിസ് എന്ന് പറഞ്ഞ സിസ്റ്റമാണ്, നമുക്കിനി അത് ചെയ്തു നോക്കാം, അത് ചെയ്യാൻ അതേ ഉള്ളൂ ഇനി മാർഗം എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ നമ്മുടെ രക്തത്തിലെ ബ്ലഡിനെ അരിച്ചിട്ട് അത് നമ്മുടെ ബ്ലഡിനെ മാറ്റി പ്ലാസ്മയെ കയറ്റുന്ന ഒരു സിസ്റ്റം. അങ്ങനെ അവർ ചെയ്യാമെന്ന് പറഞ്ഞ ആ രീതിയിൽ അവർ ചെയ്യാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ ആരംഭിച്ച് അന്ന് ഓരോ പ്രാവശ്യവും ചെയ്യുന്നതിന് അന്ന് നമുക്ക് ചെലവ് 40,000 റുപ്പീസ് ചെലവാണ്. ഓക്സിജൻ കൊടുക്കുന്നതിന് 1,700 രൂപ. ദൈവമക്കളെ, നമ്മളൊന്ന് ചിന്തിച്ചേ, ഈ ഓരോ ദിവസവും നമ്മൾ ഓക്സിജൻ എടുക്കുന്നതിന്റെ ചെലവ് കർത്താവ് എത്ര സൗജന്യമായിട്ടാണ് നമുക്ക് ശ്വാസം തരുന്നത്. നമ്മൾ അകത്തേക്ക് എടുക്കുന്നു, പുറത്തേക്ക് വിടുന്നു, ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. ഹല്ലേലൂയ. നമ്മൾ എത്ര രൂപ മുടക്കിയാൽ നമുക്കത് കിട്ടും. ഹല്ലേലൂയ. എന്നാൽ വലിയവനായ കർത്താവ്, ഹല്ലേലൂയ, നമ്മളെ അവിടുന്ന് നടത്തുന്നത് ഓർത്താൽ, നമ്മളെ ആരോഗ്യത്തോടെ ബലത്തോടെ ശ്വാസം നമ്മളെ ദൈവം നടത്തുന്നത് ഓർത്താൽ നമ്മൾ എത്ര മഹത്വം കൊടുക്കണം, കർത്താവിനെ എത്ര സ്തുതിക്കണം. ഹല്ലേലൂയ. നമ്മളെ ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവം നടത്തുന്ന ഓർത്ത് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം.
അങ്ങനെ ഓക്സിജൻ എടുക്കുന്നുണ്ടെങ്കിൽ പോലും അത് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. പ്ലാസ്മഫറസിസ് ആരംഭിച്ചു. ഓരോ ദിവസവും ആകുമ്പോഴേക്കും ശരീരത്തിന് വളരെ വേദന. അപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ദിവസമേ ഉള്ളൂ. മറ്റുള്ളവർക്ക് എന്നെ കാണുമ്പോഴോ എന്റെ കൂട്ടുദാസിനെ കാണുമ്പോഴും വളരെ സങ്കടമാണ്. കാര്യം എന്നു വെച്ചാൽ ചെറുപ്രായത്തിലെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം വന്നല്ലോ ഓർത്ത് അവർക്ക് വളരെ സങ്കടമാണ് എപ്പോഴും. അതുകൊണ്ട് എല്ലാവരും കടന്നു വന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കും, ഓരോ കാര്യങ്ങൾ പറയും. ശിബ വിഷമിക്കേണ്ട, നമുക്ക് ദൈവം എന്തെങ്കിലും ഒരു അത്ഭുതം ചെയ്യും. എന്നാൽ ചിലര് പറയും, ഈ അവസ്ഥ കിടക്കുന്നത് കണ്ടുകൊണ്ട് പറയും, ഓ ഇത് വളരെ ക്രിട്ടിക്കലായ സ്റ്റേജാ, ഇനി എന്താ ആകുമെന്ന് നമുക്കറിയത്തില്ല, എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം എന്നുകൊണ്ട് പറയും. പക്ഷെങ്കില് സഭ ഞങ്ങൾക്ക് വേണ്ടി വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹോസ്പിറ്റലിൽ എന്റെ കൂട്ടദാസനായ അന്ന് മുതൽ ദൈവസഭ, ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് ചാത്തങ്കരിയിലെ സഭ, ദൈവമക്കളും ദൈവദാസന്മാരും പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു. അന്ന് മുതൽ ഒരു വൈകിട്ട് പ്രാർത്ഥന തുടങ്ങി. അത് ഇന്നുവരെയും ഞങ്ങളുടെ മാതൃസഭയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ദേശത്ത് ഹല്ലേലൂയ ദൈവം വലിയ ചെയ്യും. ഹല്ലേലൂയ പ്രാർത്ഥനയാൽ സാധിക്കാത്ത ഒരു കാര്യവുമില്ല എന്ന് ഞങ്ങൾക്ക് ആ പ്രാർത്ഥനയിൽ മനസ്സിലായി. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങള് ഓരോരുത്തരും വന്ന് ആശ്വസിപ്പിക്കും. പലപ്പോഴും എനിക്ക് ഈ രോഗം വന്നുവെങ്കിലും ദൈവമക്കളെ എൻ്റെ ഉള്ളിൽ പ്രയാസവും ഭാരം ഉണ്ടെങ്കിലും ഞാൻ ആരോടും എൻ്റെ പ്രയാസത്തെ ഞാൻ പറയത്തില്ല. ഞാൻ ഈ ഹോസ്പിറ്റൽ ICUവിലാണ് ഞാൻ കൂട്ടദാസൻ കിടക്കുമ്പോൾ ഞാൻ കൂടെ നിൽക്കും. ഞാൻ ഈ എപ്പോഴും എനിക്ക് ആഗ്രഹം അവിടെ കൂടെ ഇരുന്ന് ബൈബിൾ വായിച്ച് കേൾപ്പിക്കും, പ്രാർത്ഥിക്കും. ബഹുമാനങ്ങളിൽ കൂടെ ഞാൻ കാസറ്റുകൾ ഇട്ട് കൊടുക്കും, പാട്ടുകൾ കേൾപ്പിക്കും, പ്രസംഗങ്ങൾ കേൾപ്പിക്കും. അങ്ങനെ ദൈവീയ വചനങ്ങളെ കേൾപ്പിക്കും, സുവിശേഷങ്ങളിൽ നിന്നും അങ്ങനെ യെശയ്യാവ് പ്രവാചകനിൽ നിന്നും അങ്ങനെ അനേക നമ്മളെ ബലപ്പെടുത്തുന്ന വചനങ്ങളും വാക്യങ്ങളും ഒക്കെ ഞാൻ ഇങ്ങനെ വായിച്ച് കേൾപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് എനിക്കും ബലമാണ്, എൻ്റെ കൂട്ടുദാസനും ബലമാണ്. അങ്ങനെ എനിക്ക് ആ സമയങ്ങളിലൊന്നും ഒരു നിരാശയോ ഒരു ഭാരമോ ഒരു പ്രയാസമോ വന്നിട്ടില്ല. ഞാൻ അവിടെ കിടക്കുമ്പോൾ ഞാൻ എൻ്റെ അനുഭവം പറയാം. ഞാൻ ആരോടും സംസാരിക്കാനായിട്ട് നിൽക്കുകയില്ല. കാര്യം എന്ന് വെച്ചാല് എനിക്ക് എപ്പോഴും ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തില് ഞാൻ എൻ്റെ കൂട്ടുദാസനോട് പറഞ്ഞ വചനങ്ങൾ പറഞ്ഞ് ബലപ്പെടുത്തും, പാട്ടുകൾ കേൾപ്പിച്ച് ബലപ്പെടുത്തും, ഇങ്ങനെ വാക്യങ്ങൾ പറയും, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ കൂട്ടുദാസന് ഭയങ്കര വേദനയാ. ഈ വേദനയുള്ള സമയത്ത് അവരൊരു സെഡേഷൻ കൊടുക്കത്തില്ല. കാര്യം എന്ന് വെച്ചാല് അബോധാവസ്ഥയിലായാൽ പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്തെങ്കിലും സംഭവിച്ചാൽ. അതുകൊണ്ട് അവർ ഒരു വേദനയ്ക്കുള്ള ഒരു വേദന സംഹാരിയും കൊടുക്കത്തില്ല. അങ്ങനെ ആ വേദനയ്ക്ക് പകരം ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ നല്ല ചൂടുള്ള വെള്ളം ഹോട്ട് വാട്ടർ ബാഗിലാക്കി നിങ്ങൾ അത് പിടിച്ചാൽ മാത്രം മതി, പിന്നെ ഞങ്ങൾ തിരുമും. ഈ ഒരു കാര്യമുള്ളൂ. നമ്മുടെ കൈ പൊള്ളിയാൽ പോലും, നമ്മുടെ കൈ ചുമന്നാൽ പോലും എൻ്റെ കൂട്ടുദാസന് ആ ചൂട് വെക്കുന്നത് ശരീരത്തിൽ അറിയാൻ പറ്റത്തില്ല. അത്രയ്ക്കുള്ള വേദന അനേകര് ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ ഈ വേദന മാറ്റിക്കൊടുക്കണേ. പക്ഷെങ്കിൽ ഈ വേദന സഹിക്കാൻ പറ്റുന്നില്ല. അന്നേരമൊക്കെയും കർത്താവിന്റെ കരമാണ് അവിടെ തലോടുന്നത്. അങ്ങനെ ഞാൻ പറയട്ടെ, ഈ പലപ്പോഴും പലരും വന്ന് എന്നോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കും. ഞാൻ കഴിവതും ICUവിൽ തന്നെ ആയിരിക്കും കൂടുതലും സമയം നിൽക്കുന്നത്. അങ്ങനെ നിൽക്കും. എനിക്ക് ഇച്ചിരി മാറണമെന്ന് തോന്നുമ്പോൾ, റെസ്റ്റ് എടുക്കാനായിട്ട് തോന്നുമ്പോൾ ചിലപ്പം ഞാൻ എൻ്റെ കൂട്ടുദാസിന്റെ സഹോദരനോ പപ്പ ആരെങ്കിലും കയറി വന്ന് 3 മണിക്കൂർ നിൽക്കും. അപ്പോൾ ഞാൻ പുറത്തിറങ്ങും. അങ്ങനെ അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പോലും എനിക്ക് ഹല്ലേലൂയ കർത്താവേ എന്നോട് ആരും ഒന്നും സംസാരിക്കേണ്ട. കാര്യം എന്താന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ മനുഷ്യരോട് സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ മനുഷ്യർ നമുക്ക് തരുന്നത് ചിലപ്പോൾ നമുക്ക് പോലും വേദന വരുന്ന കാര്യങ്ങളാ. കാര്യം എന്ന് വെച്ചാല് അയ്യോ അങ്ങനെ പറ്റിപ്പോയല്ലോ, നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ, കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ഒന്നും എൻ്റെ മനസ്സിൽ എനിക്കത് പ്രയാസമായിട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ കഴിവതും ഞാൻ പുറത്തിറങ്ങി അങ്ങനെ ഇരിക്കാൻ പോലും സമയം കണ്ടെത്തുന്നില്ല. പുറത്തിറങ്ങിയ സമയത്ത് ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും കാര്യം ഞാൻ കുളിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ട് പെട്ടെന്ന് ഞാൻ ബൈബിള് വായിച്ചിട്ട് അല്പസമയം പെട്ടെന്ന് ഒന്ന് കിട്ടുന്ന ഒരു നിമിഷം ഇച്ചിരി നേരം ഒന്ന് ഉറങ്ങിയിട്ട് പെട്ടെന്ന് ഞാൻ തിരിച്ച് ചെന്ന് ICUവിൽ കയറും. കാര്യം എന്ന് വെച്ചാൽ
ആ സമയത്ത് ദൈവം നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കും. കാര്യം എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ വാക്കുകളോ നിരാശകളോ ഒന്നും കേൾക്കുവാൻ ഇടയാകാതെ, മറ്റുള്ളവർ പറയുന്നതൊന്നും കേൾക്കാൻ ഇടയാകാതെ കർത്താവിനോട് സംസാരിക്കാൻ. അതുകൊണ്ട് വചനത്തിൽ പറയുന്നു, നിന്റെ ഭാരം എന്റെ മേൽ വെച്ചുകൊള്ളുക എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആണെങ്കിൽ നമ്മുടെ ഭാരം കർത്താവിന്റെ മേൽ വെക്കണമെങ്കിൽ നമുക്ക് പ്രത്യേകമായ ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ആ ഭാരം നമ്മൾ ദൈവമായിട്ട് ഇടപെടണം. നമ്മൾ മനുഷ്യരോട് സംസാരിക്കേണ്ടെന്നല്ല, മനുഷ്യരോട് നമ്മൾ പറയണ്ടെന്നല്ല, പറയണം. അതിലുപരിയായി എന്റെ അനുഭവം കൂടുതലും കർത്താവിനോട് പറ. ഹല്ലേലൂയ. നമ്മുടെ ഏത് ഭാരമായാലും ആ ഭാരം നമ്മുടെ കർത്താവ് മാറ്റിത്തരും. അവൻ നമ്മുടെ പരിഹാരകനാ. ഞാൻ അങ്ങനെ അവിടെ ഐസിയുലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ടുകൊണ്ടിരുന്നു. യെശയ്യാവ് 40-ാം അധ്യായത്തില് ഇങ്ങനെ പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. കർത്താവാണോ നമ്മളോട് പറഞ്ഞിട്ടിരിക്കുന്നത് ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞാൽ ഭയപ്പെടേണ്ട എന്ന് വെച്ച് എനിക്ക് മാനുഷികമായിട്ട് പ്രയാസമില്ല, ഭാരമില്ലെന്നല്ല. എനിക്ക് പ്രയാസവും ഭാരവും ഉണ്ട് എൻ്റെ ഹസ്ബൻഡിന്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ. അങ്ങനെ ഇരിക്കെ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കടന്നു ചെന്ന് അവിടെ ഐസിയുവിൽ നിൽക്കുമ്പോൾ ഒരു പ്രാവശ്യം ഞാൻ തല കറങ്ങി ഐസിയുവിൽ തന്നെ വീണു. അങ്ങനെ വീണ് പെട്ടെന്ന് ചെക്ക് ചെയ്തപ്പോൾ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നത്. അങ്ങനെ ആണെന്നറിഞ്ഞു. പക്ഷെങ്കില് മറ്റുള്ളവർ അത് കേട്ടിട്ട്, ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ് കേട്ടിട്ട് മറ്റുള്ളവർ എന്നോട് പറഞ്ഞു, ഷീബ, ഈ അവസ്ഥയിൽ ഇങ്ങനെ നിന്റെ കൂട്ടുദാസൻ ഇങ്ങനെ കിടക്കുന്നത്, നിനക്ക് എങ്ങനെ മുമ്പോട്ട് പോകാനായിട്ട് പറ്റും? നീ നമുക്ക് ഈ കുഞ്ഞിനെ കളഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെങ്കിൽ എന്റെ മാതാപിതാക്കളോ എന്റെ സഹോദരങ്ങളോ ആരും എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു കാര്യം തോന്നിയിട്ടുമില്ല. കാര്യം എന്ന് വെച്ചാല് കർത്താവാണോ നമ്മളെ വിളിച്ചവന്? അവൻ ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? അവൻ നമ്മളോട് കൂടെയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടരുതെന്ന്. ഹല്ലേലൂയ. എനിക്ക് നല്ല വിശ്വാസമായിരുന്നു. അങ്ങനെ അവിടെ സിസ്റ്റേഴ്സ് ഒക്കെ കടന്നു വരുമ്പം ചോദിക്കും, ഷീബ എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്? ഞാൻ പറയും ഒരു കുഴപ്പമില്ല എന്ന്. ഞാൻ ചിരിച്ചുകൊണ്ട് പറയും, ഒരു കുഴപ്പമില്ല, ഒരു പ്രയാസവും ഇല്ല എന്ന് പറയും. പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആരോടും അധികം സംസാരിക്കാനായിട്ട് നിൽക്കുകയില്ല. പെട്ടെന്ന് ഞാൻ തിരിച്ചു കയറി എന്റെ ഹസ്ബൻഡിന്റെ അരികെ ഇരുന്ന് വാക്യങ്ങൾ പറയും, പ്രാർത്ഥിക്കും. എനിക്കും ബലമാവുന്നു, എന്റെ ഹസ്ബൻഡിനും ബലമാവുന്നു. അങ്ങനെ കൂട്ടുദാസൻ അവിടെ കിടക്കുമ്പോൾ ഓരോ സമയങ്ങളിലും വേദനകളാകുന്നു, ഭാരങ്ങളാകുന്നു. അതുപോലെ പ്ലാസ്മ പ്രോസസ് ചെയ്യുന്നുണ്ട്. ഇന്ന് യൂറിൻ പോകും, ചിലപ്പോൾ യൂറിൻ പോകുന്ന കൂട്ടത്തിൽ ബ്ലഡ് കൂടെ പോവുകയാണ്. ഇതൊക്കെയും ചെയ്യുവാനായിട്ട് നമ്മുടെ മെയിൻ ആർട്ടറി 4 കിഴിച്ചു. ഈ കഴുത്തിന്റെ ഈ 2 ഭാഗങ്ങള്, കാഴലയുടെ ഈ 2 ഭാഗങ്ങള് കിഴിച്ചു. അവിടെ അതിൽ അതിൽ അവിടെ അവർ ട്യൂബ് ഇട്ടിരിക്കുകയാണ്. സ്വയമായിട്ട് ശ്വസിക്കാൻ കഴിയില്ല. മൂക്കിലൂടെ അവർ ട്യൂബ് ഇട്ടിരിക്കുകയാണ്. വെള്ളം കുടിക്കാൻ കഴിയുകയില്ല. അവർ ഒരു തരത്തിലും മുമ്പോട്ട് പോകുവാൻ കഴിയില്ല. അങ്ങനെ അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ തന്നെ ഒരാഴ്ചയിൽ കൂടെ വെന്റിലേറ്റർ വായിൽ കൂടെ ഇടാൻ പറ്റത്തില്ല, മുഖത്ത് സ്വെല്ലിങ് വരും. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ട്രൈക്കോസ്റ്റമി ചെയ്യണമെന്ന്. അങ്ങനെ ഇവിടം കീറി ഈ തൊണ്ട കിഴിച്ച് അവർ ട്രൈക്കോസ്റ്റമി ഇത് ട്യൂബ് അകത്തേക്ക് ഇടുകയാണ്. ദൈവമക്കളെ ഒന്ന് ചിന്തിച്ചേ, ഭയങ്കര വേദന. അവർ ഒരു സെഡേഷനും കൊടുത്തില്ല, അവർ പച്ചയ്ക്ക് തന്നെയാണ് ഇവിടെ കട്ട് ചെയ്യുന്നത്. നമ്മളൊന്ന് ചിന്തിച്ച് എത്രമാത്രം വേദന. ഒന്നാമതേ ഹോൾ ബോഡിയിൽ വേദന. അങ്ങനെ ആ ട്രൈക്കോസ്റ്റമി ഒക്കെ ചെയ്ത് വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ ഹല്ലേലൂയ, ഓരോ ദിവസവും പ്രശ്നങ്ങൾ കൂടുക തന്നെയാണ്, കൂടിക്കൊണ്ടേയിരുന്നു പ്രശ്നങ്ങൾ. അങ്ങനെ ഓരോ നിമിഷവും അനേക ദൈവമക്കളും ദൈവദാസന്മാരും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അവർ വേദന കൂടിയെന്നും പറഞ്ഞ് പ്രാർത്ഥന നിർത്തിയില്ല. അവർക്കെല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട്, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന്. അതേസമയം ഞങ്ങളുടെ ഏരിയയിലുള്ളവരൊക്കെ ഇങ്ങനെ പലപ്പോഴും ചിന്തിച്ചും പറഞ്ഞിട്ടുമുണ്ട്, ആംബുലൻസ് ആണോ വരുന്നത്, ആംബുലൻസ് ആണോ വരുന്നത്? കാര്യം എന്ന് വെച്ചാൽ അത്ര ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് എന്റെ ഹസ്ബൻഡിന് പോവുകയാണ്. അങ്ങനെ ഓരോ ദിവസവും പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടേയിരുന്നു. ഇന്ന് ചിലപ്പോൾ യൂറിനിൽ കൂടെ ബ്ലഡ് പോവുകയാണ്, ചിലപ്പോൾ ഓക്സിജൻ കൊടുത്തിട്ടും അത് റെസ്പോണ്ട് ചെയ്യുവാൻ കഴിയുന്നില്ല, ശരീരത്തിലുള്ള ഓക്സിജന്റെ അളവ് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളാകുന്നു. ഞങ്ങളെ നോക്കിയത് അവിടെ ഡോക്ടർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ന്യൂറോളജിസ്റ്റ് ആണ്. ഡോക്ടർ നല്ല ഒരു ദൈവ മനുഷ്യനായിരുന്നു. ആ ഡോക്ടർ സ്വന്തം സഹോദരനെ ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്
എന്റെ ഹസ്ബൻഡിനെ നോക്കിയത്. എനിക്കത് പറയാനായിട്ട് കഴിയും. കാര്യം എന്താന്ന് വെച്ചാൽ എപ്പോഴും പറയും, എടാ വിഷമിക്കണ്ട, നീ പ്രാർത്ഥിര്, ദൈവം നിന്നെ സഹായിക്കും, പ്രാർത്ഥിക്ക്. അങ്ങനെ അവിടെ കിടക്കുമ്പോൾ തന്നെ ഓക്സിജൻ കൊടുക്കുമ്പോഴും പല സമയങ്ങളിൽ ഈ ഓക്സിജൻ എടുക്കാൻ റെസ്പോണ്ട് ചെയ്യുവാൻ കഴിയാതെ വന്നിട്ടുണ്ട്. അലാറം അടിച്ചിട്ടുണ്ട്. ഒരു ദിവസം പെട്ടെന്ന് അലാറം മുഴക്കുകയും അങ്ങനെ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോയി. ആ സ്റ്റേജിലൊക്കെയും പോകുമ്പോൾ ഹല്ലേലൂയ, ദൈവം നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ളത് കർത്താവിനെ മനസ്സിലാക്കി തന്നു. യെശയ്യാവ് 43 അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, നീ വെള്ളത്തിൽ കൂടി കടന്നാൽ നീ ഭയപ്പെടണ്ട. നീ നദിയിൽ കൂടി കടന്നാൽ അത് നിന്റെ മീതെ കവിയുകയില്ല, അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കുകയില്ല. നമ്മൾ വെള്ളത്തിൽ കൂടി കടക്കേണ്ട അവസ്ഥ വന്നാലും, തീയിൽ കൂടെ കടക്കേണ്ട അവസ്ഥ വന്നാലും, അരോമ ടിവിയിലുള്ള പ്രേക്ഷകരോട് ഞാൻ പറയുന്നു, നമ്മൾ വെന്തു പോകത്തില്ല. നദി നമ്മളെ മുക്കിക്കളയുകയില്ല. അതുകൊണ്ട് നമുക്ക് എപ്പോഴും നമുക്ക് വേണ്ടത് ഒരു ആത്മധൈര്യമാണ്. ഞാൻ പറയുന്നു, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പ്രയാസ ഘട്ടങ്ങളില്, ഭാരത്തിന്റെ ഘട്ടത്തില് നിങ്ങൾ വചനങ്ങൾ വായിക്കണം. ആ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കണം. പ്രയാസങ്ങൾ വരുന്നു എന്ന് പറഞ്ഞ്, പ്രശ്നങ്ങൾ കൂടുന്നു എന്ന് വെച്ച് പ്രാർത്ഥന നിർത്തരുത്. പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം. വചനങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം ഒരു അത്ഭുതം നമുക്ക് വേണ്ടി ചെയ്യും. ആ വിഷയത്തിന്മേൽ ഒരു മറുപടി തരും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവെ നീ ആണല്ലോ പറഞ്ഞത്, നീ വെള്ളത്തിൽ കൂടി നടന്നാൽ ഹല്ലേലൂയ അത് നിന്റെ മീതെ കവിയത്തില്ലെന്ന്, തീയിൽ കൂടെ നടന്നാൽ അത് വെന്തു പോകത്തില്ലെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് എനിക്ക് നല്ല വിശ്വാസമായി. ഹല്ലേലൂയ, ഓരോ നിമിഷവും കർത്താവ് എന്റെ വിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് ഹല്ലേലൂയ മറ്റുള്ളവരെ എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു പ്രയാസവും ഇല്ല. കാര്യം എന്ന് വെച്ചാൽ അവിടെ എന്റെ ഹസ്ബൻഡ് കിടക്കുമ്പോൾ ഒരു നിമിഷം പോലും എനിക്ക് തോന്നിയിട്ടില്ല എന്റെ ഭർത്താവ് മരിച്ചു പോകുമെന്ന്. എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു ചിന്ത പോലും എന്റെ ജീവിതത്തിൽ എനിക്ക് വന്നിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ ആ ധൈര്യം ആരാണ് തരുന്നത്? നമ്മുടെ കർത്താവാണ് തരുന്നത്. വലിയവനായ കർത്താവാണ് നമുക്ക് ആ ധൈര്യം തരുന്നത്. ആ ധൈര്യം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഹല്ലേലൂയ വചനത്തോടും പ്രാർത്ഥനയോടും കൂടെ ചേർന്നിരുന്നാൽ മതി. ദൈവത്തെ നമ്മൾ വിളിച്ചപേക്ഷിച്ചാൽ മതി. കർത്താവ് നമുക്ക് വേണ്ടി ഉത്തരം അരുളുന്ന ദൈവമാണെന്ന് ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നു. അങ്ങനെ അവിടെ കിടക്കുമ്പോഴൊക്കെയും അനേകര് ലോകമെമ്പാടുമുള്ള ദൈവദാസന്മാരും ദൈവജനങ്ങളും പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി, ഞങ്ങളെ സഹായിക്കുവാനായിട്ട് തുടങ്ങി. അനേകര് ഹല്ലേലൂയ ദൈവീയ വചനങ്ങളും ദൈവീയ പ്രാർത്ഥനകളും മറ്റുള്ളവരുടെ അനുഭവങ്ങളും ഒക്കെയും പറഞ്ഞു തരുവാനായിട്ട് ഇടയായി. അതൊക്കെയും ഞങ്ങൾക്ക് ബലമായി തീർന്നു, ആശ്വാസമായി തീർന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇനിയും ഹല്ലേലൂയ കർത്താവിനോട് പറ്റിയിരിക്കുക. കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഏത് രോഗമായാലും, ഏത് പ്രയാസമായാലും, ഏത് പ്രശ്നമായാലും അതിൽ നിന്ന് വിടുവിക്കുന്ന ഒരു വലിയ ദൈവം നമ്മളോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, അധൈര്യപ്പെട്ടു പോകരുത്, ഭാരപ്പെട്ടു പോകരുത്. ഏത് വിഷയത്തിലും നമ്മുടെ കർത്താവ് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അങ്ങനെ ഹോസ്പിറ്റലിൽ കിടന്നു. നാളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു 3.5 മാസം ആയപ്പോഴേക്ക് എന്റെ ഹസ്ബൻഡിന് പെട്ടെന്ന് ഒരു അനുഭവം, ഈ തോള് രണ്ടും വിറയ്ക്കുന്ന പോലെ ഒരു അനുഭവം. ഹല്ലേലൂയ. ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നു, ദൈവസഭകൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നമ്മളൊന്ന് ചിന്തിച്ചേ, ഈ ഒരാഴ്ച നമ്മൾക്ക് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴത്തേക്കും ഉള്ള ബുദ്ധിമുട്ട്. ഞങ്ങൾ അവിടെ കിടക്കുകയാണ്. ഡിസംബർ 24 ഹോസ്പിറ്റലിൽ കയറി. അന്ന് മുതൽ ഉള്ള ഹോസ്പിറ്റൽ ജീവിതം ഇങ്ങനെയൊക്കെയാണ്. 3.5 മാസമായപ്പോഴേക്കും കർത്താവിന്റെ ഇടപെടലുകളെ ദൈവം ചെയ്യാനായിട്ട് തുടങ്ങി. പെട്ടെന്ന് ഒരു വൈബ്രേഷൻ പോലെ എന്റെ ഹസ്ബൻഡിന് ഹോൾ ബോഡിയിലേക്ക് അറിയുവാനായിട്ട് തുടങ്ങി. ബോഡിയിലേക്ക് അറിയുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാകുന്നില്ല, ഞങ്ങൾക്ക് അത് അറിയാൻ പറ്റുന്നില്ല. എന്റെ ഹസ്ബൻഡിന് പെട്ടെന്ന് അത് അറിയാനായിട്ട് പറ്റുന്നു. ഇങ്ങനെ ശരീരത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നത്. അങ്ങനെ ഇടപെട്ട് പെട്ടെന്ന് എന്റെ കൂട്ടുദാസിന്റെ മുഖത്തേക്ക് ദൈവീയ ശക്തി ചെന്ന് ഒരു വലിയ തണുപ്പ് അനുഭവപ്പെടുന്നു. അങ്ങ് ഉച്ച തുടങ്ങി മുഖത്ത് നിന്ന് കയറി അതിങ്ങനെ ഹോൾ ബോഡിയിൽ ഇങ്ങനെ വ്യാപിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ഇടപെടൽ നമ്മൾ ചിന്തിക്കുന്ന രീതിയല്ല, നമ്മൾ പറയുന്ന ഒരു രീതിയിലുമല്ല ദൈവമായ ഇടപെടലുകൾ നടക്കുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ, ദൈവത്തിന്
ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ കർത്താവ് ഹോൾ ബോഡിയിൽ വലിയൊരു ഇടപെടൽ ചെയ്തു. അങ്ങനെ ഒരു വലിയ വൈബ്രേഷൻ നടന്നു. കർത്താവ് ഞങ്ങളോട് പറയുന്നുണ്ട്, കർത്താവ് എന്നെ തൊട്ടു, എന്നെ സൗഖ്യമാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെങ്കിൽ അതൊക്കെയും പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കത് മനസ്സിലാക്കി വരുവാനായിട്ടുള്ള സമയങ്ങൾ എടുത്തു. കാര്യം എന്ന് വെച്ചാൽ ഇത് ഞങ്ങളോട് എന്തെങ്കിലും പറയണമെങ്കിൽ ഇവിടെ തൊണ്ട കിഴിച്ച ട്രൈക്കോസ്റ്റമി ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല. പിന്നെ ഒരു കാര്യം, നല്ല മെമ്മറി പവർ ഉണ്ടായിരുന്നു. പെടലി അനക്കുന്നതിന്, കഴുത്തനക്കുന്നതിന് യാതൊരു പ്രയാസവുമില്ല. കാലിന്റെ നഖം മുതൽ ഹോൾ ബോഡി വരെ വേദനയാണെങ്കിലും നമ്മുടെ തല അനക്കുന്നതിന് യാതൊരു പ്രയാസമില്ല. ബാക്കിയുള്ള ഒരു ഭാഗങ്ങളും ചലിക്കാതെയായി. പൂർണ്ണമായും പറയുകയാണെങ്കിൽ നിശ്ചലമായ കിടക്കുന്ന അവസ്ഥ. പക്ഷെങ്കിൽ നല്ല ഓർമ്മശക്തി ദൈവം കൊടുത്തു. വേദന ശരീരത്തിൽ അറിയാം. മറ്റുള്ളവരെ കാണുമ്പോൾ നോക്കുവാനും അറിയുവാനും ഇടയാകുന്നുണ്ട്. സംസാരിക്കുമ്പോൾ സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു തടി കിടക്കുന്നത് പോലെ കിടക്കുക. ആള് തീരെ ശോഷിച്ചു. കാര്യം വെച്ചാൽ ഭക്ഷണം കഴിക്കാതെ ഈ നമ്മൾ മൂക്കിൽ കൂടെ കൊടുക്കുന്ന ആ ഒരു ഫീഡിങ് മാത്രമേ ഉള്ളൂ. ആ ഫീഡിങ് കൊടുക്കുന്നു, ഓക്സിജൻ കൊടുക്കുന്നു, ഇതല്ലാതെ മറ്റുള്ള മെഡിസിൻസ് ഒന്നുമില്ല. പിന്നെ അവർ വന്ന് ഈ എക്സസൈസ് ചെയ്യിക്കും. ഈ കാര്യങ്ങളല്ലാതെ വേറൊന്നുമില്ല. അങ്ങനെ അവിടെ കിടന്നു ഓരോ ദിവസവും ഈ പ്ലാസ്മാഫെറസിസ് ചെയ്യുന്നത് മുഖേന അസുഖം കൂടുകല്ലാതെ കുറഞ്ഞ് നമുക്ക് കണ്ട ഒരു ആശ്വാസം പ്രാപിപ്പാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ ഈ പ്ലാസ്മാഫെറസിസിലെല്ലാം നിർത്തി. അങ്ങനെ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ ആ 3.5 മാസമായപ്പോൾ ചലിക്കുവാനായിട്ട് തുടങ്ങിയാണ്. ദൈവത്തിന്റെ പ്രവൃത്തി ചലിച്ചപ്പോൾ അവിടെ മാസങ്ങളോളം പിന്നെ മരുന്നുകളൊന്നുമില്ലാതെ ഓക്സിജൻ കൊടുത്ത് മാത്രം കിടക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി ചെലനിൽക്കുന്നത്, ദൈവത്തിന്റെ ഇടപെടലുകൾ ഉണ്ടാകുന്നത്. പെട്ടെന്ന് ആ ദൈവീയമായ കർത്താവിന്റെ ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ ആ ദൈവീയ, ഞാൻ വിശ്വസിക്കുന്നു അന്നേരം മുതൽ ദൈവീയ ജീവൻ ശരീരത്തിലെ ഓരോ നാഡികളിലും നരമ്പുകളിലും അതിങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടേയിരുന്നു. അതിൽ ഇങ്ങനെ ചലനങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ആ ദൈവീയ പ്രവൃത്തി അവിടുന്ന് വെളിപ്പെടുവാനിടയായി. ഇത് എങ്ങനെ സംഭവിച്ചു? യഹോവയാൽ സംഭവിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ആശ്ചര്യപ്പെടത്തക്ക രീതിയിൽ ദൈവീയമായ അത്ഭുതം ദൈവം ചെയ്തു. അങ്ങനെ ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞു, ഡോക്ടറെ, എൻ്റെ ശരീരത്തിൽ വലിയൊരു ദൈവീയ ഇടപെടൽ ഉണ്ടായി. എൻ്റെ ശരീരം ഇങ്ങനെ കർത്താവ് തൊട്ടു സൗഖ്യമാക്കി. ഞങ്ങളോടും പറയുന്നു, ദൈവീയമായ സൗഖ്യം എനിക്ക് കർത്താവ് തന്നു, ഇടപെടലുകളെ ഉണ്ടായി. ഇതെല്ലാം പറയുന്നുണ്ടെങ്കിൽ തന്നെ നമുക്കത് കുറെയൊക്കെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. കാര്യം എന്ന് വെച്ചാൽ ഈ തല കാണിക്കുന്നതും ഇങ്ങനെ പെടലി കാണിക്കുന്നതും കൊണ്ട് വായിൽ കൂടെ സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയില്ല. കുറെയൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കുവാനായിട്ട് കഴിയും. അങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തുടങ്ങി. അന്ന് മുതൽ ദൈവീയ അത്ഭുതങ്ങളെ ഞങ്ങളുടെ കൂട്ടുദാസന്റെ ശരീരത്തിൽ കാണാനായിട്ട് ഇടയായി. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞാൻ അന്നേരം ഹോസ്പിറ്റലിൽ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു. അങ്ങനെ ദൈവം എന്നെ അവിടെ ആ സമയങ്ങളെല്ലാം ദൈവം എന്നെ പ്രൊട്ടക്ട് ചെയ്തു. എനിക്ക് ഭവനത്തിലേക്ക് എൻ്റെ ഹസ്ബൻഡിനെ ഇട്ടേച്ച് വരാനായിട്ട് ഒരു നിമിഷം എനിക്ക് ഇട്ടിട്ട് വരുന്നത് എനിക്ക് ഇഷ്ടമില്ല. കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവം തരുന്ന വിടുതലുകളും ദൈവം തരുന്ന വചനങ്ങളും നമുക്ക് പറഞ്ഞു കൊടുത്ത് അവിടെ ഇരിക്കാനാണ് സന്തോഷം. അങ്ങനെ ഞാൻ അവിടെ തന്നെ ആയിരുന്നു. അങ്ങനെ ആ മാസങ്ങളിലെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ സന്തോഷമായ ഒരു ജീവിതം ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. പക്ഷെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനെ നോക്കുമ്പോൾ എനിക്ക് കർത്താവേ, എൻ്റെ ഹസ്ബൻഡ് ഈ രീതിയിൽ കിടക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഭാരമുണ്ട്. പക്ഷെങ്കിൽ അന്നേരം എൻ്റെ ഹസ്ബൻഡിന് ഒന്ന് സംഭവിക്കുമെന്നോ മറ്റുള്ളൊരു ഭാരമോ എൻ്റെ ജീവിതത്തിൽ ആ ഒരു നിമിഷം പോലും കടന്നു വരാതെ ദൈവം എന്നെ ധൈര്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു.
എന്റെ ഹസ്ബൻഡിനായാലും അങ്ങനെ ഒരു പ്രയാസം ഒന്നുമില്ല. കർത്താവ് ഹല്ലേലൂയ സഹായിക്കുമെന്നുള്ള ഒരു പ്രത്യാശ ഈ വചനങ്ങളും കേട്ടും പ്രാർത്ഥനയിലൂടെയും ഈ വാക്യങ്ങളിലൂടെയും അങ്ങനെ ഒരു പ്രത്യാശ കൊടുത്തുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ ആ ദൈവത്തിന്റെ പ്രവൃത്തി ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇരുന്നത്. അപ്പോഴും ഞങ്ങൾ അവിടെ സന്തോഷത്തോടെ ദൈവം ഞങ്ങളുടെ ദുഃഖം ഉണ്ടെങ്കിലും ആ സന്തോഷം അവിടെ ഞങ്ങൾക്ക് തന്ന് ഓരോ നിമിഷവും ദൈവം ഞങ്ങളെ നടത്തിക്കൊണ്ടേയിരുന്നു എന്ന് ഞങ്ങൾക്ക് പറയാനായിട്ട് കഴിയും. അങ്ങനെ അവിടെ ആയിരിക്കുന്ന സമയങ്ങളിൽ ദൈവത്തിന്റെ വലിയ അത്ഭുതം നടന്നു. ഓരോ ദിവസവും അവർ വന്ന് എക്സസൈസ് ചെയ്യും, ഫിസിയോതെറാപ്പി ചെയ്യും. ഞങ്ങൾക്ക് ഹല്ലേലൂയ ആ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ മാനുഷികമായിട്ട് ചെയ്യുമ്പോൾ നമുക്കത് നോക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും. എന്ന് വെച്ചാൽ കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ എക്സസൈസ് ചെയ്യുമ്പോൾ അവർ നമ്മളെ കഴിവതും പുറത്താക്കും. കാരണം ഐസിയുന്ന് പുറത്താക്കിയിട്ട് നമ്മളെ ചെയ്യും. കാര്യം എന്ന് വെച്ചാല് നമ്മുടെ ഈ കൈയൊക്കെ പൊങ്ങാത്ത കൈ അവർ പൊക്കി ഇങ്ങനെ മടക്കിക്കും, ഇങ്ങനെ നല്ല എല്ലാ സൈഡിലേക്ക് സ്ട്രെയിറ്റ് കൊണ്ടുപോകും, മുകളിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ഇങ്ങനെ തിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും ഒന്നാമതേ ആളിന് ബോഡിയിൽ ഭയങ്കര വേദന, ഇതൂടെ ചെയ്യുമ്പോൾ അത് കാണാനുള്ള ആ കരച്ചിൽ കാണാൻ നമുക്കും പ്രയാസമാണ്. പക്ഷെങ്കിൽ അവർക്കത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അവർക്കറിയാം അത് ചെയ്യണമെന്നുള്ളത്. നമ്മൾ ഇത് കാണുമ്പോൾ ചെയ്യും. എന്റെ ആണെങ്കിൽ മമ്മിയുടെ അനിയത്തി പോലും വന്നിട്ട് ഇത് കണ്ടിട്ട് പുള്ളിക്കാരി ബോധം കെട്ട് താഴെ പോയി. കാര്യം എന്ന് വെച്ചാൽ ഈ സമയത്ത് എക്സസൈസ് ചെയ്യുമ്പം കരയുമ്പോൾ ആ ടെൻഷൻ കണ്ടിട്ട് അത്രയ്ക്ക് ഭാരം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വളരെ വേദന സഹിച്ചെങ്കിലും കർത്താവ് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് കർത്താവ് ബലപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അവിടെ കിടക്കുമ്പോൾ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായി. ശരീരത്തിന്റെ ഭാഗങ്ങൾ ഓരോന്നോരോന്നായി ചലിക്കുവാനായിട്ട് തുടങ്ങി. ഓരോ ദിവസങ്ങൾ സ്റ്റെപ്പുകൾ എടുത്തു. അങ്ങനെ ഓരോ ഭാഗങ്ങൾ ചലിക്കുവാനായിട്ട് തുടങ്ങി. ഒരു സൈഡില് ഹല്ലേലൂയ മറ്റുള്ളവരുടെ സംസാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. അത് മാത്രമല്ല വളരെ ബില്ലുകളാണ്. നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലാണല്ലോ, മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ വളരെ ബില്ലുകളാണ്. ആ ബില്ല് അടയ്ക്കാനുള്ള പ്രയാസങ്ങൾ ഞങ്ങൾക്കുണ്ട്. പക്ഷെങ്കിൽ അവിടെയൊക്കെയും ദൈവം തന്റെ ദൈവമക്കളെ ഒരുക്കി അനേകരെ കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി അവിടുന്ന് ദൈവം ചെയ്യിച്ചു. വലിയൊരു ഭാരിച്ച തുക അവിടെ അന്ന് ഞങ്ങൾക്ക് അവിടെ ഹോസ്പിറ്റലിൽ ചെലവായി. അതൊക്കെയും സർവശക്തനായ കർത്താവാണ് അതെല്ലാം ചെയ്തു തന്നത്. നമുക്കൊരു രോഗം വരുമ്പോൾ, നമുക്കൊരു അസുഖം വരുമ്പോൾ ദൈവം നമ്മളെ ഉപേക്ഷിക്കത്തില്ലെന്നുള്ളത് തെളിവ് ഞങ്ങൾക്ക് കാണുവാനായിട്ട് ഇടയായി. അതുകൊണ്ട് ദൈവമക്കളെ, ഒരു രോഗം വന്നിട്ടുണ്ടെങ്കിൽ ദൈവം നാമം മഹത്വപ്പെടുവാനായിട്ട് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മക്കളെ ഒരുക്കും, മറ്റുള്ളവരെ ഒരുക്കും. ആ ഹോസ്പിറ്റലിൽ കിടന്ന സമയങ്ങളിലൊക്കെ ബില്ല് അടയ്ക്കാനില്ലാത്ത സമയങ്ങളിൽ, നിമിഷങ്ങളിൽ ദൈവം തന്റെ മക്കളെ ഒരുക്കി. അനേകരെ ദൈവം ഒരുക്കി ഞങ്ങൾക്ക് വേണ്ടി. അറിഞ്ഞോ അറിയാതെയുള്ള അനേകരെ ദൈവം ഒരുക്കി. അവിടെ ബില്ലടയ്ക്കുവാൻ, അതാത് സമയങ്ങളിൽ അടയ്ക്കുവാനുള്ള വഴികളെ ദൈവം അവിടുന്ന് ഒരുക്കിക്കൊണ്ടേയിരുന്നു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ലാസറിനെ ഉയർപ്പിച്ച ദൈവം, നായിലെ വിധവയുടെ മോനെ ഉയർപ്പിച്ച ദൈവം, അതുപോലെ പള്ളിപ്രമാണിയായ യായിറോസിന്റെ മകളെ ഉയർപ്പിച്ച ദൈവം ഇന്നും ഉണ്ടല്ലോ. കർത്താവെ, നീ എന്റെ കർത്താവെ, എന്റെ കൂട്ടുദാസനെ ഉയർപ്പിച്ചിരിക്കയാൽ സ്തോത്രം, വിടുതൽ നൽകിയിരിക്കയാൽ സ്തോത്രം. എനിക്ക് ആ വചനങ്ങളൊക്കെയും വളരെ വിശ്വാസമായിരുന്നു. ആ കർത്താവ് എന്നോട് ആ സമയങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് ഭാരപ്പെടേണ്ട. ആ സുവിശേഷങ്ങളൊക്കെ വായിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി എഴുതി തന്നിരിക്കുന്ന ദൈവീയ വചനങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത് അത് നമ്മുടെ വിടുതലിന് വേണ്ടിയാണ്. നമ്മൾ അത് ഏറ്റെടുക്കുമ്പോൾ അത് നമുക്ക് വിടുതലായി മാറുമെന്നുള്ളത് ദൈവം എന്നെ കാണിച്ചു. അങ്ങനെ ഞാൻ ആ വാക്യങ്ങളും വചനങ്ങളും വായിച്ചുകൊണ്ടേയിരുന്നു, പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് എന്നെ തന്നെ ബലപ്പെടുത്തുവാനായിട്ട് ദൈവം അവിടുന്ന് സഹായിച്ചു. നമ്മൾ ഹല്ലേലൂയ രോഗികളെ ബലപ്പെടുത്തുന്ന സമയത്ത് തന്നെ ഭാരത്തിലായിരിക്കുന്നവരെ ആദ്യം വേണം ബലപ്പെടുത്താൻ. കാര്യം എന്ന് വെച്ചാൽ ഈ ഭാരപ്പെട്ടിരിക്കുന്നവര് അവര് രോഗികളോട് നിരാശയുടെ വാക്കുകൾ പറഞ്ഞാല് അവർ പെട്ടെന്ന് തളർന്നു പോകും. അതുകൊണ്ട് ഈ കൂടെ നിൽക്കുന്നവർ ആദ്യം ബലപ്പെടണം. അങ്ങനെ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തി. പപ്പായെയും സഹോദരനെയും കുടുംബത്തെയും എന്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും എല്ലാവരെയും കർത്താവ് ഒരേപോലെ ബലപ്പെടുത്തി. അതുകൊണ്ട് ആർക്കും എന്റെ കൂട്ടുദാസൻ മരിച്ചു പോകുന്നുള്ളൊരു ചിന്ത വന്നിട്ടില്ല. അങ്ങനെ
ഞങ്ങളെ അവിടെ ആയിരിക്കുന്ന സമയങ്ങളിലൊക്കെയും ഓരോ ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. ഓരോ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരുന്നപ്പോഴും ദൈവത്തിന്റെ പ്രവൃത്തി അവിടുന്ന് ചലിപ്പിച്ചു. സാമ്പത്തിക വിഷയത്തില് ദൈവീയ ഇടപെടലുകൾ ഉണ്ടായി. അങ്ങനെ ശരീരത്തിന്മേൽ ദൈവീയ ഇടപെടലുകൾ ഉണ്ടാകുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ദൈവത്തിന്റെ വലിയ കരം അവിടുന്ന് ചലിച്ചുകൊണ്ടേയിരുന്നു. ആ ചലിക്കുമ്പോഴൊക്കെയും ഞങ്ങൾക്ക് ഒന്ന് മനസ്സിലായി, ഇത് അനേകരുടെ മഹത്വത്തിന് വേണ്ടിയാണ്, അനേകരുടെ വിടുതലിന് വേണ്ടിയാണ്, ഇതിൽ ഒരു ദൈവീയ പ്രവൃത്തി വെളിപ്പെടുമെന്നുള്ളത് മനസ്സിലായി. യിരെമ്യാവിൽ ഒരു വാക്യം വായിക്കുന്നു, 43-ാം അധ്യായത്തിൽ ഒരു വാക്യം വായിക്കുന്നു, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുകയാണ്. കർത്താവ് നമ്മളെ സ്നേഹിച്ചിരിക്കുന്നത് വിലയേറിയതായിട്ടാണ്, മാന്യതയുള്ളവരാക്കിയാണ് കർത്താവ് നമ്മളെ തീർത്തിരിക്കുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ, അവൻ നമ്മളെ അങ്ങനെ സ്നേഹിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഹല്ലേലൂയ അവന്റെ സ്നേഹത്തിന് കീഴിലായാൽ മാത്രം മതി. അടുത്ത വാക്യത്തിൽ പറയുന്നു, നിന്റെ ജീവന് പകരം നിനക്ക് പകരം ഞാൻ മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവാണ് നമ്മുടെ ജീവനെ ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ രോഗത്തിലായി ഭാരത്തിലായി കിടക്കുന്നവരോട് ഞാൻ പറയുന്നു, ഭാരപ്പെടരുത്. നമുക്ക് വേണ്ടി വലിയവനായ ഒരു കർത്താവുണ്ട്. അവൻ നമ്മളെ വിടുവിക്കും, അവൻ നമ്മളെ സഹായിക്കും. അവൻ ഹല്ലേലൂയ നമുക്ക് ജീവനെ തരുന്ന ദൈവമാണ്. അവൻ സകല രോഗത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് ആ കർത്താവിന്റെ പാദത്തിൽ അരിക്ക ചെന്നാൽ മാത്രം മതി. അങ്ങനെ വചനം എനിക്ക് തന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, എന്റെ ജീവന് പകരം കർത്താവേ, നീ അവിടുന്ന് അത്ഭുതം ചെയ്തിരിക്കുന്ന നിന്റെ വചനമാണല്ലോ. അങ്ങനെ ഓരോ നിമിഷവും കർത്താവിന്റെ പാദപീഠത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. കർത്താവിന്റെ അടിപ്പിണരാലുള്ള സൗഖ്യങ്ങൾ ഓരോ നിമിഷവും ഞങ്ങൾക്ക് കാണുവാനും അനുഭവിപ്പാനും ദൈവം അവിടുന്ന് ഇടയാക്കി. അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ട് ഇരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ദൈവം അവിടുന്ന് ചലിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെ ഇരിക്കുമ്പോഴൊക്കെയും ഡോക്ടേഴ്സിന് പോലും അത്ഭുതം തോന്നുമാറുള്ള വിടുതലാണ് ദൈവം അവിടെ ചെയ്യാനായിട്ട് തുടങ്ങിയത്. അങ്ങനെ ശാരീരിക ഭാഗങ്ങൾ ചലിക്കുവാനായിട്ട് തുടങ്ങി. ഈ ഫീഡിങ് കൊടുത്തുകൊണ്ടേയിരുന്നു. 5 മാസവും 27 ദിവസവും മൂക്കിക്കൂടെ ഇങ്ങനെ നമ്മൾ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പം വളരെ പ്രയാസമുള്ള കാര്യമല്ലേ. അതുപോലെ ഓക്സിജൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ വളരെ പ്രയാസമുള്ള കാര്യങ്ങളല്ലേ. പക്ഷെങ്കിൽ അതെല്ലാം കർത്താവ് അവിടെ നിന്ന് ചെയ്യിച്ചുകൊണ്ടിരുന്നു. പക്ഷെങ്കിലും 4 മാസവും 10 ദിവസവും വെന്റിലേറ്റർ കിടന്ന് വെന്റിലേറ്റർ എടുക്കുന്ന സമയത്ത് പോലും ഒരു പ്രയാസവും കൂടാതെ ദൈവത്തിന്റെ കരം ചലിച്ചു. ആദ്യം അവർ പറഞ്ഞു എടുക്കുവാൻ പറ്റത്തില്ല, ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്ന്. പക്ഷെങ്കിൽ അവിടെയും ദൈവത്തിന്റെ കരം ചലിച്ചു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇടപെടലുകൾ നടന്നുകൊണ്ടിരുന്നു. ഒരു ഓപ്പറേഷൻ പോലും ചെയ്യാതെ ആ ഓക്സിജന്റെ വെന്റിലേറ്റർ അവിടുന്ന് എടുക്കുവാനായിട്ടിടയായി. അങ്ങനെയുള്ള ദൈവീയ പ്രവർത്തികൾ ഞങ്ങൾക്ക് കാണാനായിട്ടിടയായി. അങ്ങനെ ദൈവത്തിന്റെ കരം ചലിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വെന്റിലേറ്റർ എടുത്തെങ്കിലും പെട്ടെന്ന് ഓക്സിജൻ നിർത്തിയില്ല. ഹല്ലേലൂയ. അങ്ങനെ പതുക്കെ അവരെ കുറച്ച് കൊണ്ടുവന്ന് അങ്ങനെ അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി അങ്ങനെ ചലിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഓരോ ഭാഗങ്ങൾ, ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ ചലിച്ച് അവർ ഒരു ദിവസം പറഞ്ഞു, ഇനിയും നമുക്ക് ഐസിയുവിൽ നിന്ന് നമുക്ക് പുറത്തിറക്കാം. അങ്ങനെ അവർ 4 മാസം 10 ദിവസം കഴിഞ്ഞപ്പോ വെന്റിലേറ്റർ എടുത്തിട്ട് അവർ പറഞ്ഞു, നമുക്കിനിയും പുറത്തിറക്കുമ്പോൾ തന്നെ ഓക്സിജൻ കൊടുക്കുന്നുണ്ട്. അവർ അങ്ങനെ പുറത്ത് ഇറക്കിക്കൊണ്ട് അവർ ഓക്സിജൻ ചെറിയ ആ രീതിയിൽ കൊടുക്കുവാനായിട്ടിടയായി. അങ്ങനെ കൊടുത്ത് അവർ ഈ ഓക്സിജന്റെ അളവ് കുറച്ച് കൊണ്ടുവന്ന് അവർ അങ്ങനെ ആ ഓക്സിജൻ തന്നെ എടുക്കുവാൻ പറ്റുമെന്നുള്ള അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ അവിടെ കിടക്കുമ്പോഴൊക്കെയും സാധാരണ ഒരു ബെഡിൽ കിടക്കാൻ പറ്റത്തില്ല. ഒരു ബെഡ് സോർ ഉണ്ടാകുവോ, അങ്ങനെ യാതൊരു പ്രയാസവും ഉണ്ടാകാതെ ദൈവം അവിടെ നിന്ന് സൂക്ഷിച്ചു. നോക്കിക്കേ, ഈ 5 മാസം 27 ദിവസം കിടക്കുന്ന ഒരാളിന് പുറത്തൊന്നും ഒരു പൊട്ടാതെ ദൈവം അവിടുന്ന് സൂക്ഷിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സംഭവമാണ്. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ദൈവം അവിടുന്ന് വെളിപ്പെടുത്തി. അങ്ങനെ അവിടെ ഹോസ്പിറ്റലിൽ കിടന്ന് അവർ ഓക്സിജൻ പൂർണ്ണമായി മാറ്റി. അങ്ങനെ ശരീരഭാഗങ്ങളൊക്കെ ചലിക്കുവാൻ തുടങ്ങി. ചലിക്കുമ്പോഴൊക്കെയും ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടേയിരുന്നു. ഇനി ഞങ്ങൾ ജോലി
ജോലിക്കുള്ളവരല്ല, കർത്താവിന്റെ വേല ചെയ്യേണ്ടവരാണെന്ന് അതെപ്പോഴും ആ ഒരു ഉള്ളിൽ ഒരു ബോധമുണ്ടായിരുന്നു. അങ്ങനെ ഞാനും എന്റെ കുടുദാസൻ ഞങ്ങൾ ആ തീരുമാനിച്ചു, കർത്താവ് തരുന്ന ആയുസ് കർത്താവിന് വേണ്ടി നിൽക്കണം. അത് കർത്താവ് തരുന്ന ദാനമാണ്. അത് രണ്ടാമത് തന്ന ഒരു ആയുസ്സാണ്, ആരോഗ്യമാണ്. അതുകൊണ്ട് കർത്താവിന് വേണ്ടി നിൽക്കണമെന്ന് അന്ന് മുതൽ ആ കർത്താവിന് വേണ്ടി നീക്കത്തക്കവണ്ണം ഞങ്ങളെ കർത്താവ് ഒരുക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഞങ്ങൾ തീരുമാനമെടുത്തു, കർത്താവെ നീ തരുന്ന ആയുസ്, കർത്താവെ നിന്റെ നാമ മഹത്വത്തിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ മുൻപോട്ട് പോകണം, കർത്താവിന്റെ ഇഷ്ടം ചെയ്യണം, അത് മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ 5 മാസം 27 ദിവസം കഴിഞ്ഞ് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങുന്ന സമയമായപ്പോൾ ഡോക്ടർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ദൈവം കൊടുത്ത വലിയ വിടുതലാണ്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ആ ഡോക്ടർ തന്നെ ആദ്യം ഡോക്ടറിന് അതിശയപ്പെട്ടു എങ്കിലും ആ ഡോക്ടർ ഹല്ലേലൂയ ഇപ്പോൾ അത്ഭുതപ്പെടുകയാണ്. ഇത് ഒരു പ്രാർത്ഥന കൊണ്ടാണ്, ദൈവം ചെയ്ത വിടുതലാണെന്നോർത്ത് ആ ഡോക്ടർ തന്നെ പറയത്തക്ക രീതിയിൽ അവിടെയുള്ള സ്റ്റാഫുകള്, ഹല്ലേലൂയ, അവിടെയുള്ള സിസ്റ്റേഴ്സ്, അങ്ങനെ അവിടെ മറ്റുള്ളവരെല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഈ ഇത്രയും നാള് കടന്നു പോയ ഒരു ആള് ഹല്ലേലൂയ രക്ഷ പ്രാപിച്ചു എന്ന്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഡിസ്ചാർജ് ആകാൻ പോവുകയാ. ആ പോകുന്ന സമയത്ത് ആ ഡോക്ടർ പറഞ്ഞൊരു കാര്യം, ഇത്രയും നാളും ആരും വെന്റിലേറ്ററെ കിടന്നിട്ടില്ല. ഇത് വിനോജ, നീയാണ് ഇത്രയും നാള് കിടന്നത്, ദൈവം തന്ന ആയുസാ നിനക്ക്. അതുകൊണ്ട് ദൈവം ഒരു വലിയ അത്ഭുതം ചെയ്തല്ലോ, നീ സന്തോഷത്തോടെ അതുകൊണ്ട് വീട്ടിൽ പോക്കൂ. എങ്കിലും നിനക്ക് പെട്ടെന്നൊന്നും അത്ര ആക്റ്റീവ് ആകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഇതൊക്കെ പറഞ്ഞു തന്നെങ്കിലും ഹല്ലേലൂയ. അപ്പോൾ ഞങ്ങൾ ഡോക്ടറിന്റെ റൂമിലേക്ക്, OP-യിലേക്ക് കൊണ്ടുപോവുകയാണ്. വീൽ ചെയറിൽ കൊണ്ടുചെന്ന് അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞു, വിനോജിനെ കൊണ്ടുപോവാ. അങ്ങനെ ഞങ്ങൾ OP-യിലേക്ക് ചെന്നു. OP-യിലേക്ക് വീൽ ചെയറിൽ കൊണ്ടു ചെല്ലുകയാണ്. വീൽ ചെയറിൽ ഇരുത്തിക്കൊണ്ട് പോകുമ്പോഴും ഒത്തിരി സമയം അങ്ങോട്ട് ആ ചെയറിൽ ഇരിക്കാനായിട്ട് പറ്റുന്നില്ല. എന്ന് വെച്ചാല് ഇത്രയും നാളും ഇങ്ങനെ കിടന്നുകൊണ്ട് കുറച്ച് സമയം ആകുമ്പോഴത്തേക്കും പുറത്ത് വേദനയൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ അവിടെ കൊണ്ടുചെന്നു. ഡോക്ടറിന് വലിയ അതിശയം. ഡോക്ടർ വളരെ സന്തോഷത്തോടെ, ദൈവം ഒരു അത്ഭുതം ചെയ്തല്ലോ, ദൈവം ഒരു അതിശയം ചെയ്തല്ലോ, അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയാണ്. അവിടെയുള്ള ഹോസ്പിറ്റലിൽ ഉള്ളവർക്ക് എല്ലാവർക്കും ഒരു അതിശയമായി, ഇത്രയും നാളും കിടന്നിട്ട് രക്ഷപ്പെട്ട ഒരാള് എന്ന് വെച്ചാൽ അത്ര ദൈവീയ പ്രവൃത്തിയാണ് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി, എന്റെ കൂട്ടുദാസന് വേണ്ടി അവിടെ ചെയ്തത്. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്യാനായിട്ട് വന്നു. അവിടെ ബില്ലുകളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അനേക ദൈവമക്കളുടെ സഹായത്താൽ ബില്ലുകളൊക്കെ ഞങ്ങൾക്ക് അടച്ച് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾക്ക് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. കൊണ്ടുവരുന്ന സമയത്തും എന്ന് വെച്ചാൽ എറണാകുളത്ത് നിന്ന് ഞങ്ങൾക്ക് തിരുവിലേക്ക് വരണമെങ്കിൽ നല്ല ദൂരമുണ്ട്, ഒരു 3.5-4 മണിക്കൂർ ദൂരമുണ്ട്. കാറിൽ വരുന്ന പെട്ടെന്ന് ഒത്തിരി കട്ടറുകളൊക്കെ അവോയ്ഡ് ചെയ്തൊക്കെ വേണം വരുവാന്. അങ്ങനെ ഞങ്ങൾ കാറിലേക്ക് കൊണ്ടുവരുമ്പോഴും അപ്പോഴും ചാരിക്കിടത്തി ഇങ്ങനെ കൊണ്ടുവരുന്നു. അപ്പോഴും കർത്താവ് വലിയ വിടുതൽ കൊടുത്തു. എന്നാലും ഒത്തിരി സമയം അങ്ങനെ ഇരിക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നു. അന്ന് മുതൽ ദൈവസഭ, ഞാൻ പറഞ്ഞില്ലേ, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അവർ പ്രാർത്ഥന നിർത്തിയിട്ടേ ഇല്ല. അപ്പോഴും എപ്പോഴും വന്ന് അനേക ദൈവദാസന്മാരും ദൈവജനങ്ങളും ഒക്കെയും കടന്നു വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അനേകര് സാക്ഷ്യങ്ങൾ കേൾക്കുവാനായിട്ട്, ഈ ദൈവം ചെയ്ത വിടുതൽ കാണാനായിട്ട് അനേകര് ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നു. അനേകര് ദൈവം ചെയ്ത്, ഇതൊരു വലിയ വിടുതലായിരുന്നല്ലോ, ഇത് വലിയൊരു സൗഖ്യമായിരുന്നല്ലോ എന്ന് പറഞ്ഞ അനേകർ ഈ ആഴ്ച ഈ ദൈവീയ വിടുതൽ കാണുവാനായിട്ട് കടന്നു വന്നു. അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാന് ഞങ്ങൾക്കും കടന്നു വന്നവർക്കും ഞങ്ങളുടെ ദൈവസഭയ്ക്കും ഒക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഒരു കാരണമായി ദൈവം. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ കർത്താവിന്റെ വേലയിലേക്ക് നയിക്കണമെന്നുള്ള ഒരു രീതിയിലേക്ക് പോന്നു. അങ്ങനെ ഞാൻ ഹല്ലേലൂയ, ഞാൻ പറഞ്ഞല്ലോ, എന്റെ മൂത്ത മകളെ ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയമാണ്. അങ്ങനെ ആ സമയത്ത് ഹല്ലേലൂയ കടന്നു വന്ന് എന്റെ ഡെലിവറി ഒക്കെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കഴിഞ്ഞു. ഞങ്ങൾക്ക് മൂത്ത ഒരു മകളാണ് തന്നത്. ആ മകൾക്ക് കെസിയ എന്ന് മൂത്ത മകളുടെ പേര്. അവൾ അനുഗ്രഹത്തോടെ ഇരിക്കുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് കടന്നു വന്ന് എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട്. ഫിസിയോതെറാപ്പി ചെയ്ത് വേറെ മരുന്നുകളൊന്നുമില്ല.
അങ്ങനെ ദൈവത്തിന്റെ പ്രവൃത്തി ഞങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്തുകൊണ്ടിരുന്നു. വലിയ വിടുതൽ കൊടുത്തു. അന്ന് മുതൽ ഹല്ലേലൂയ ദൈവ വചനങ്ങൾ ഞങ്ങൾക്ക് വായിക്കുവാനും കർത്താവിനോടുള്ള ആ സന്തോഷം ഞങ്ങൾക്ക് കൂടുതലായി അനുഭവിച്ചറിയുവാനും ഇടയായി. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു, ഇനിയും തരുന്ന നാള് കർത്താവിന്റെ വേല ചെയ്യണം, കർത്താവിന് വേണ്ടി പൂർണ്ണമായിട്ട് ഇറങ്ങണം, കർത്താവ് തരുന്ന ആയുസ് കർത്താവിന് വേണ്ടി മാത്രം നിന്നാ മതി എന്ന്. അങ്ങനെ എൻ്റെ കൂട്ടുദാസന് എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു. അങ്ങനെ എൻ്റെ കൂട്ടുദാസന് തീരുമാനിച്ചു ഇനിയും വചനം പഠിക്കണം. അങ്ങനെ മണക്കാല ഫെയ്ത്ത് തിയോളജിയിൽ സെമിനാരിയിൽ ചെന്ന് പഠിക്കുവാനായിട്ട് BTH കയറുവാനായിട്ട് ഇടയായി. കയറി അവിടെ അങ്ങനെ പഠിക്കുവാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ പഠിക്കുവാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പഠിത്തം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ ഞങ്ങൾക്ക് ഓരോ നിമിഷവും കാണുവാനായിട്ട് ഇടയായിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അവിടെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് രണ്ടാമതൊരു മോളുണ്ടായി. അവളുടെ പേര് ഷേബ. ദൈവം ആദ്യം എൻ്റെ കൂട്ടുദാസനോട് ഇടപെട്ടു, നിന്നെ കഷ്ടത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് മൂത്ത മകൾക്ക് കെസിയ എന്ന് പേരാണ്. അങ്ങനെയാണ് ഞങ്ങൾ പ്രാർത്ഥിച്ച് മൂക്ക് കെസിയ എന്നിട്ടത്. ഞങ്ങൾക്ക് രണ്ടാമതൊരു മകളുണ്ടായി. പൈതലിനെ ഷേബ എന്ന് പേരിട്ടു. ദൈവം ഇടപെട്ടു. കർത്താവ് ചെയ്ത ഒരു ഉടമ്പടിയാണ്. അതുകൊണ്ട് ഹല്ലേലൂയ അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ മകൾക്ക് ഷേബ എന്ന് പേരിട്ടു. അങ്ങനെ ഞങ്ങൾ ദൈവവചനമൊക്കെ പഠിച്ച് പ്രാർത്ഥിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഞങ്ങളുടെ ദൈവസഭകളും ഞങ്ങളുടെ മാതാപിതാക്കളും ഒക്കെ ഞങ്ങൾക്ക് വളരെ പിന്തുണയായിരുന്നു. ഹല്ലേലൂയ അവർ ഞങ്ങളോട് കൂടെ ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. ഈ ദൈവവേലയിൽ ഞങ്ങൾ ചെയ്യുവാനായിട്ട് എപ്പോഴും ഹല്ലേലൂയ ആ രീതിയിലുള്ളൊരു മോട്ടിവേഷനാണ് ഞങ്ങൾക്ക് തന്നുകൊണ്ടേയിരുന്നത്. അങ്ങനെ പപ്പായും മമ്മിയും എൻ്റെ മാതാപിതാക്കളും അങ്ങനെ സഹോദരങ്ങളും കുടുംബങ്ങളും എല്ലാം ആ രീതിയിൽ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിച്ച് ഞങ്ങള് കൂട്ടുദാസൻ ബൈബിൾ കോളേജിൽ പഠിച്ച് ഇങ്ങനെ BTH കഴിഞ്ഞു. അത് കഴിഞ്ഞ് MTH എടുത്തു. അങ്ങനെ ഞങ്ങൾ എടുക്കുന്ന സമയത്ത് ഞങ്ങൾ ദൈവ വേലയുടെ ചെയ്യുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ റിവൈവൽ ചർച്ച് ഓഫ് ഇന്ത്യ ഞങ്ങള് വേലയ്ക്ക് വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടി അവിടെ കയറുകയാണ്. അതിന്റെ ഫൗണ്ടർ പ്രസിഡന്റ് ആയിരിക്കുന്ന ഡോക്ടർ ജോൺസൺ ജോർജ് പാസ്റ്ററാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ദൈവവേലയ്ക്ക് വേണ്ടി തിരിഞ്ഞു. അവിടെ ദൈവവേലയിലായി. അങ്ങനെ അവിടെ കൂട്ടുദാസൻ ദൈവവചനം പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പഠിത്തവും ശുശ്രൂഷയും ഒരുപോലെ നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ അവിടെ വെച്ച് ഞങ്ങൾക്ക് 6 വർഷത്തിന് ശേഷം ഞങ്ങൾക്ക് ഒരു മോന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥിച്ച് ദൈവം ഞങ്ങൾക്ക് കൂട്ടുദാസന് ഒരു പേര് കൊടുത്തു. അവൻ ഇസ്രയേൽ ആയിരിക്കും, നിനക്കൊരു മകനെ കിട്ടും, അവൻ ഇസ്രയേൽ എന്ന് അവന് പേരിടണം. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് കൊണ്ടേയിരുന്നു. പ്രാർത്ഥിച്ച് ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇതുപോലെ പൈതലിനെ ഞങ്ങൾക്ക് ദൈവം തന്നു. അവന്റെ പേര് ഇസ്രയേല്. അങ്ങനെ 3 കുഞ്ഞുങ്ങൾ ദൈവം ഞങ്ങൾക്ക് തന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലയിലായിരിക്കുന്നു. അങ്ങനെ അവനെ ഒഫീഷ്യലായിട്ട് ഞങ്ങൾ ഇട്ടിരിക്കുന്നത് ജോഷുവ വിനോജ് എന്നാണ്. കാര്യം എന്ന് വെച്ചാൽ മറ്റുള്ളവർ പറഞ്ഞു നിങ്ങൾ ഇസ്രയേലിന് പേരിടരുത്, അതൊരു രാജ്യത്തിന്റെ പേരാണ്. അങ്ങനെ അതുകൊണ്ട് അവന് ജോഷുവ എന്ന് പേരിടുന്ന ഞങ്ങൾ അങ്ങനെ ജോഷുവ എന്ന് പേരിട്ടു. അങ്ങനെ ഞങ്ങൾക്ക് 3 പൈതങ്ങൾ. മൂത്ത മകള് ഇപ്പോൾ ഫിസിഷ്യൻ അസിസ്റ്റന്റ് കഴിഞ്ഞ് കാരിത്താസിൽ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മകൾ BSc നഴ്സിംഗിന് 4th ഇയർ പഠിക്കുന്നു. മോന് 12ൽ പഠിക്കുന്നു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം ദൈവം ഞങ്ങൾക്ക് നയിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതോടൊപ്പം ഞങ്ങൾക്ക് തിരുവല്ലയിലും റിവൈവൽ ചർച്ച് ഓഫ് ഇന്ത്യയുടെ ചർച്ചുണ്ട്. ഞങ്ങൾ അവിടെ ശുശ്രൂഷയും ചെയ്യുന്നു. ഹസ്ബൻഡ് ഇതുപോലെ ഈ അനേക ഇടങ്ങളിൽ നമ്മൾ ചർച്ചുകൾ സ്ഥാപിക്കുന്നുണ്ട്. ഹല്ലേലൂയ ചർച്ച് പ്ലാന്റിംഗ് ആണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ രാജസ്ഥാന്, പഞ്ചാബ്, ഹരിയാന, ആന്ധ്ര, കേരളം, തമിഴ്നാട് അങ്ങനെ 8 സ്റ്റേറ്റുകളിലായിട്ട് ഞങ്ങൾ ചർച്ച് മിനിസ്ട്രിയോട് സംബന്ധിച്ച് ഇങ്ങനെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തിരുവല്ല ചർച്ചിലും കൂട്ടദാസനും ഞങ്ങളും അവിടെ കർത്താവിന്റെ വേല ചെയ്യുന്നു. ഇങ്ങനെ നല്ല അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഹല്ലേലൂയ ദൈവം ഇന്ന് വരെയും ഞങ്ങളെ ആ വേലയിൽ മുന്നേറുവാനായിട്ട് ഞങ്ങളെ അവിടുന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് നമ്മളെ വിളിക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. കർത്താവിന്റെ വേല ചെയ്യണം. ഹല്ലേലൂയ കർത്താവ് പലരെയും പല രീതിയിലാണ് വിളിക്കുന്നത്. ചിലരെ ഫുൾ ടൈം മിനിസ്ട്രിയിലേക്ക് വിളിക്കുന്നു, ചിലരെ പാർട്ട് ടൈം മിനിസ്ട്രിയിലേക്ക് വിളിക്കുന്നു. കർത്താവിന്റെ വിളി
നമ്മൾ അറിഞ്ഞ് അതിൻ പ്രകാരം നമ്മൾ പോയാൽ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. നമ്മൾ 1 പത്രോസ് 2:24 ഇങ്ങനെ കാണുന്നു, പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ എന്റെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന്. ആ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ കയറിയത് കർത്താവിന്റെ അടിപ്പിണരാലുള്ള സൗഖ്യം തരുവാനാണ്. നമ്മുടെ രോഗത്തിൽ നിന്ന്, നമ്മുടെ ഭാരത്തിൽ നിന്ന്, നമ്മുടെ അവസ്ഥയിൽ നിന്ന്, നമ്മുടെ ഏത് വിഷയമാണ് നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്നത് അതിൽ നിന്നൊക്കെയും വിടുതൽ തരുവാനാണ്. അതുകൊണ്ട് ഞാൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ പ്രേക്ഷകരോടും ഞാൻ പറയുന്നു, കർത്താവിനെ മാത്രം പിൻപറ്റി ജീവിക്കുക, അവനെ മുന്നാക്കി അവനെ മുൻനിർത്തി ഓടുക. ഹല്ലേലൂയ. അവനിൽ ആശ്രയിക്കുക. അവൻ നമ്മെ സഹായിക്കും, അവൻ നമ്മെ ശക്തീകരിക്കും, അവൻ നമ്മെ വിടുവിക്കും. ഞാൻ എൻ്റെ ഓരോ അനുഭവവും കൂടെ ഇതോടൊപ്പം പങ്കുവയ്ക്കുന്നു. ഒരു ദിവസം ഇതുപോലെ പെട്ടെന്ന് എനിക്ക് വയറിൽ ഒരു അസ്വസ്ഥത തോന്നി. ഇങ്ങനെ എനിക്ക് വളരെ ഒരു എന്താണെന്ന് അറിയത്തില്ല, വയറിന് ഒരു വേദനയോ എന്തോ ഒരു ഭാരം പോലൊക്കെ ഇങ്ങനെ എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ കണ്ടു, എന്റെ കൂട്ടുദാസനോട് പറഞ്ഞ എന്തൊക്കെയോ ഒരു വയറിൽ ഒരു വേദന പോലൊക്കെ ഉണ്ട്, എന്തോ അസ്വസ്ഥത എന്നറിയത്തില്ല, ഒന്ന് ഡോക്ടറെ കാണിച്ചാൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞ ഞാൻ ഇങ്ങനെ പറഞ്ഞു. അത് 2017 16-17 സംഭവങ്ങളാണ്. ഒന്ന് കാണിച്ചാൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ പറഞ്ഞു. എന്റെ കൂട്ടുദാസൻ പറഞ്ഞു, നിനക്ക് ഒരു കുഴപ്പവും ഇല്ല, നീ ഭാരപ്പെടേണ്ട, നീ ഒന്നും പ്രയാസപ്പെടേണ്ട, നിനക്ക് ഒരു അസ്വസ്ഥതയില്ല, ഒരു രോഗവും ഇല്ല. പക്ഷെങ്കില് ഈ എന്റെ ശരീരത്തിൽ ഒരു വേദന വരുന്നതുകൊണ്ട് നമ്മുടെ ഈ പിശാച് നമ്മളെ ഇങ്ങനെ ചിന്ത കൊണ്ടുവരുമല്ലോ, ഇതെന്തവാ. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇത് ഡോക്ടറെ ഗൈനക്കിനെ ഒന്ന് കാണിക്കാം, എന്താ വിഷയം ഒന്ന് കാണിക്കാമെന്ന് കണ്ട് ഞാൻ അങ്ങനെ മെഡിക്കൽ ട്രസ്റ്റിൽ ചെന്നു. ഒരു ഗൈനക്കിന് ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടറെ ഇങ്ങനെ എനിക്ക് വയറിന് എന്തൊക്കെയോ ഒരു അസ്വസ്ഥത, എന്താണെന്ന് അറിയത്തില്ല, എന്തോ ഒരു ഇൻഫെക്ഷൻ പോലൊക്കെ തോന്നുന്നെന്ന് പറഞ്ഞു. ഡോക്ടറിനെ കാണിച്ചു, അപ്പോയിന്റ്മെന്റ് എടുത്ത് കണ്ടു. ഡോക്ടർ എന്നോട് നോക്കിയിട്ട് പറഞ്ഞു, അവര് പരിശോധിച്ചിട്ട് പറഞ്ഞു, ഷീബ നിന്റെ യൂട്രസ് മുഴുവനും ഇൻഫെക്ഷൻ ആയിരിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞ ഡോക്ടറെ എന്താണെന്ന് അറിയത്തില്ല, ഇത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അവര് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഒരാഴ്ചത്തെ മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലെ ഒരാഴ്ചത്തെ മരുന്ന് കഴിക്കാനായിട്ട് എനിക്ക് തന്നു. ഒരാഴ്ചത്തെ മരുന്ന് കഴിച്ചിട്ട് നീ വാ, നിനക്ക് കുറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 1 വീക്കിലെ അവർ മെഡിസിൻ എനിക്ക് തന്നു. അവരെന്നെ വീട്ടിലേക്ക് വിട്ടു. ഞാൻ ഇവിടെ വന്ന അന്നേരം തുടങ്ങി ഞാൻ ഒരു ബുക്കും പേപ്പറും എടുത്തിട്ട് പേനായും എടുത്തിട്ട് ഞാൻ എഴുതുവാൻ തുടങ്ങി. കർത്താവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, കർത്താവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഞാൻ എൻ്റെ ഒരു ബുക്ക് എടുത്ത്, ആരും എന്നോട് പറഞ്ഞില്ല, എനിക്ക് തോന്നി, എൻ്റെ കർത്താവ് എന്നോട് ഇടപെട്ടതുപോലെ എനിക്ക് തോന്നി. ആ വാക്യം എടുത്തിട്ട് ഞാൻ ഇങ്ങനെ എഴുതി. ഞാൻ ഒരു പ്രാവശ്യം എഴുതുമ്പോൾ ഞാൻ കുറഞ്ഞത് 3 പ്രാവശ്യം പറയും, കർത്താവേ നിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, നിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇങ്ങനെ ഞാൻ പറയുവാനായിട്ട് തുടങ്ങി. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ ഇത് എഴുതിക്കൊണ്ടിരുന്ന ഇങ്ങനെ ഒരാഴ്ചത്തെ മരുന്ന് അവർ തന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഇനിയും നീ വന്നിട്ട് നിന്നെ ഒന്ന് സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു. സ്കാൻ ചെയ്യണം, കൂടാതെ ഒരു പാപ്സ്മിയറിന്റെ ടെസ്റ്റും ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് പറയുന്നതിന് മുമ്പ് എന്റെ കൂട്ടുദാസൻ എന്നോട് പറഞ്ഞു, നമുക്ക് അതിനു മുമ്പ് ഞങ്ങൾ ഇങ്ങനെ കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പൊ എന്റെ കൂട്ടുദാസൻ എന്നോട് പറഞ്ഞു, നിനക്ക് യാതൊരു കുഴപ്പമില്ല, നിനക്ക് അങ്ങനെ ഒരു ചിന്തയാണെങ്കിൽ നീ ഒന്ന് പോയി ടെസ്റ്റ് ചെയ്തു, നീ ഒന്ന് നോക്കിക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിനക്ക് ഒരു കുഴപ്പമില്ല, ഒന്ന് പോകേണ്ട ആവശ്യം ഒന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്ത് ഡോക്ടർ പറഞ്ഞതല്ലേ, എന്നാലും നമുക്കൊന്ന് നോക്കാമെന്നും കണ്ട് ഞാൻ ഇതുപോലെ അവിടെ ചെന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കൂട്ടുദാസന് പെട്ടെന്ന് ഗൾഫിന്റെ പ്രദേശത്തേക്ക് ഒരു 17 ദിവസത്തേക്ക് പോകേണ്ടി വന്നു. അങ്ങനെ എൻ്റെ കൂട്ടുദാസൻ എന്നോട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, നീ പോയി ടെസ്റ്റ് ചെയ്തു, ധൈര്യമായിട്ട് ചെയ്തു, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂട്ടുദാസൻ പോയി. ഞാൻ ഇത് ടെസ്റ്റ് ചെയ്തു. അവര് പറഞ്ഞു സ്കാൻ ചെയ്തു. പാപ്സ്മിയറിന്റെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, അതിനും കൊടുത്തു. അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അവർ പറഞ്ഞു അതിന്റെ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കിട്ടാനായിട്ട് 14 ദിവസം എടുക്കും. സ്കാനും ചെയ്തു.
ഇതെല്ലാം ചെയ്തേച്ച് റിസൾട്ട് എല്ലാം വാങ്ങിച്ചു. ഞാൻ ഇങ്ങനെ കഴിഞ്ഞു. ഞാൻ ഈ പപ്സ്മിയറിന്റെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ റിസൾട്ട് വാങ്ങിക്കാനായിട്ട് പോയില്ല. അപ്പൊ എന്റെ കൂട്ടുദാസൻ ഗൾഫിന്റെ പ്രദേശത്തേക്ക് കടന്നു പോയിരിക്കുക. അവിടെ പോയിട്ട് വന്ന് അതുപോലെ ഈ 21 ദിവസം കഴിഞ്ഞപ്പോ തിരിച്ചു വന്നപ്പോ ഞാൻ പറഞ്ഞു, എന്തായാലും നമുക്കേ പോയി ആ റിസൾട്ട് ഒന്ന് വാങ്ങിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, എന്തിനാ വാങ്ങിക്കുന്നേ? കുഴപ്പമൊന്നുമില്ല, പിന്നെ എന്തിനാ നീ വാങ്ങിക്കുന്നേ? ഞാൻ പറഞ്ഞു, ഏതായാലും നമ്മൾ ചെയ്തതല്ലേ, പൈസയൊക്കെ കൊടുത്ത് ചെയ്തതല്ലേ, നമുക്ക് ആ ടെസ്റ്റ് ചെയ്ത് ഒന്ന് വായിക്കാം. ദൈവമക്കളെ, ഞാൻ 5000 പ്രാവശ്യം ഞാൻ അത് എന്റെ ബുക്കിൽ എഴുതി, കർത്താവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നെന്ന് 5000 പ്രാവശ്യം ഞാൻ എന്റെ ബുക്കിൽ എഴുതി ഞാൻ പറഞ്ഞു. പിന്നെയും ഞാൻ എപ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഇതെല്ലാം പറഞ്ഞുകൊണ്ടേയിരുന്നു. 5000 പ്രാവശ്യം എഴുതി. അന്നേരം എനിക്ക് വിശ്വാസമായി, കർത്താവേ നിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം. എന്നിട്ട് ഞാൻ പറഞ്ഞു, എന്നാ നമുക്ക് പോയിന്ന് വാങ്ങിക്കാം. വാങ്ങിച്ചപ്പോൾ ഞാൻ മറ്റുള്ളവരോട് പറയുന്നു, ദൈവനാമ മഹത്വത്തിന് പറയുന്നു, എനിക്ക് യാതൊരു പ്രശ്നമില്ല, എന്റെ യൂട്രസിന് യാതൊരു കംപ്ലൈന്റും ഇല്ല, യാതൊരു പ്രയാസവും ഇല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവം, നിന്റെ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള ദൈവത്തോട് നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയുന്നു, പൂർണ്ണ വിടുതല് നമ്മുടെ രോഗമായാലും ഭാരമായാലും കടഭാരമായാലും തലമുറകളെ കുറിച്ചുള്ള ഭാരമായാലും എന്തായാലും അത് മാറ്റി തരുന്ന ഒരു വലിയ ദൈവമുണ്ട്. നമ്മൾ ഒന്ന് ചെയ്യണം, നമ്മുടെ അറയിൽ കടന്ന് വാതിലടച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കണം. ദൈവം വിടുവിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ദൈവത്തിന്റെ വലിയ വിടുതല് കർത്താവ് എന്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്തു തന്നു. അന്ന് മുതൽ ഇന്ന് വരെയും ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് ഇടയായി. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഞങ്ങൾ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ ദൈവം കേട്ടിരുന്ന എല്ലാ ദൈവമക്കളോടും, എല്ലാ ആരോമ ടിവിയിലുള്ള എല്ലാ പ്രേക്ഷകരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. ദൈവം എൻ്റെ ഈ സാക്ഷി അനേകർക്ക് ആശ്വാസമായി തീരട്ടെ, അനേകർക്ക് വിടുതലായി തീരട്ടെ. നിങ്ങളെയും കർത്താവ് വിടുവിക്കട്ടെ, സഹായിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രത്തോളം സമയം ഒരുക്കി തന്ന ആരോമ ടിവിയിലെ പ്രേക്ഷകരോടും ദേവദാസിനോടും കുടുംബത്തോടും നന്ദി അറിയിക്കുന്നു. ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ദാസി സിസ്റ്റർ ഷീബ എബ്രഹാം. ആദ്യം തന്നെ ഞാൻ പ്രിയ ഷീബ സിസ്റ്ററിനൊരു വലിയൊരു അഭിനന്ദനങ്ങളെ അറിയിക്കുക, അല്ലെങ്കിൽ ഒരു ബിഗ് സല്യൂട്ട് തരാൻ ആഗ്രഹിക്കുക. എന്തിനാണെന്നല്ലേ, കല്യാണം കഴിഞ്ഞ് ദിവസങ്ങൾ മാത്രം പരിചയമുള്ള ഒരു കുടുംബജീവിതം, വളരെ കുറച്ച് ദിവസങ്ങൾ, കേവലം 1 മാസം മാത്രം കഴിഞ്ഞിരിക്കുന്ന ആ സന്ദർഭം, ആ നല്ല സുദിനങ്ങൾ, നല്ല ദിവസങ്ങൾ പരസ്പരം ഒന്ന് പരിചയപ്പെട്ടു വരുന്നതേ ഉള്ളൂ. ആ ദിവസങ്ങളിൽ വീടുകളിൽ വിരുന്ന് ഊണ് ഒക്കെ കഴിച്ച് വീട്ടുകാരെയും ബന്ധുക്കളെയും ഒക്കെ ഒന്ന് പരിചയപ്പെട്ട്, പരസ്പരമൊക്കെ ഒന്ന് പരിചയപ്പെട്ട് വരുന്ന ആ ഒരു കാലയളവിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില വാർത്തകൾ അല്ലെങ്കിൽ ചില അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്നു. ആ അനുഭവങ്ങളെ അഭിമുഖീകരിച്ചതിനും അതിജീവിച്ചതിനുമാണ് ഞാൻ ആ അഭിനന്ദനം അറിയിച്ചതും സല്യൂട്ട് ചെയ്തതും. ഇന്നത്തെ തലമുറ, ഇന്നത്തെ കുടുംബങ്ങൾ, ഇന്നത്തെ യൗവനക്കാരുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരു പ്രവണത, പലപ്പോഴും കുടുംബജീവിതത്തിൽ പ്രവേശിച്ചു, എന്തെങ്കിലും ചെറിയ ഒരു പ്രശ്നം, നിസ്സാരമായ ചില സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ, ഉണ്ടാകുമ്പോൾ ഉടൻ തന്നെ ആ സാഹചര്യത്തെ അഭിമുഖീകരിക്കുവാനോ അതിജീവിക്കുവാനോ മനസ്സില്ലാതെ അവർ കുടുംബ ബന്ധം ഒഴിവാക്കി ഡിവോഴ്സിലേക്ക് പോകുന്നു. അങ്ങനെ ഉള്ള ഒരു തലമുറ ജീവിക്കുന്ന ഒരു കാലയളവാണ് നാം ഇന്ന് കണ്ടുവരുന്നത്. സമൂഹത്തിൽ അരോമ ടിവിയിലൂടെ ഈ സാക്ഷ്യം കേൾക്കുന്ന 100 കണക്കിന് പ്രിയപ്പെട്ടവർ ഒരുപക്ഷെങ്കിൽ ചിന്തിക്കുമായിരിക്കും,
ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ ഒരു ഉടമ്പടി ഇതിലൂടെ വെളിപ്പെട്ട് വരികയാണ്. കർത്താവുമായിട്ടുള്ള ഒരു ഉടമ്പടി ഒരു വ്യക്തി ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, തകർച്ചകൾ, രോഗങ്ങൾ, കടഭാരങ്ങൾ, ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിഷയങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. പക്ഷേ ആ ഉടമ്പടിയിൽ നിന്ന് നാം പിന്മാറുവാൻ പാടില്ല. കാരണം നാം ഏറ്റെടുത്തിരിക്കുന്ന ആ ഉഭയസമ്മതം, ക്രിസ്തുവും സഭയും എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും എങ്ങനെയായിരിക്കണം എന്ന് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് വായിച്ച് പഠിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നാം എടുത്തിരിക്കുന്ന ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുക. പ്രിയ കർത്താവിൻ്റെ ദാസി ആ കുടുംബജീവിതത്തിൻ്റെ ആദ്യ നാളുകളിലെ ആ സന്തോഷം അത് അനുഭവിക്കുന്നതിന് മുൻപ് തന്നെ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ളതായ വേദനകൾ, നിരാശകൾ, ദുഃഖങ്ങൾ, പിന്നെ പരസ്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പല പരാതികളൊക്കെ പറഞ്ഞു കാണും, അല്ലെങ്കിൽ കുഴപ്പങ്ങളൊക്കെ പറഞ്ഞു കാണും. അതൊക്കെ ഇപ്പോൾ നമുക്കിവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ, അതൊക്കെ നമുക്ക് ഊഹിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എന്നാൽ അതിൻ്റെയൊക്കെ നടുവിൽ മൗനമായിരുന്ന്, അതാണ് ഞാൻ ശ്രദ്ധിച്ചത്, ആ സഹോദരി ആരുമായിട്ട് സംസാരിക്കാനോ ആരുടെയും കേൾക്കാനോ താല്പര്യപ്പെട്ടില്ല. കേൾക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് കേൾക്കും, സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സംസാരിക്കും. അതുകൊണ്ട് ആരുടെയും കേൾക്കാനോ ആരോടും മറുപടി പറയാനോ താൻ ആഗ്രഹിച്ചില്ല. തൻ്റെ പ്രിയതമനോട് ചേർന്നിരുന്ന് ആ ഹോസ്പിറ്റലിൽ ആ മാസങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞ 5 മാസവും 27 ദിവസവും തുടർച്ചയായിട്ട് വെന്റിലേറ്ററിൽ കിടക്കുന്ന തൻ്റെ പ്രിയതമനോടൊപ്പം ആ ഹോസ്പിറ്റലിൽ മാസങ്ങൾ വേറിട്ടിരിക്കാതെ പ്രാർത്ഥനയിലും കർത്താവുമായിട്ടുള്ളതായ ആ ഒരു ഉഭയസമ്മതത്തിൽ, ഉടമ്പടിയിൽ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിനോട് മല്ലിട്ടുകൊണ്ടിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സ്തോത്രം. ആ വെന്റിലേറ്ററിൻ്റെ കപ്പാസിറ്റി കൊണ്ടോ ഹോസ്പിറ്റലിൻ്റെയോ ഡോക്ടർമാരുടെയോ ചികിത്സയുടെയോ ആധുനികപരമായിട്ടുള്ള ഏതെങ്കിലും ക്രമീകരണങ്ങളുടെയോ സാമ്പത്തിക പിൻബലത്തിൻ്റെയോ ഒന്നും സാധ്യതകളല്ല ആ പ്രിയപ്പെട്ടവനെന്ന് ജീവിച്ചിരിക്കുന്നത്. പകരം കർത്താവിൻ്റെ മുൻപാകെ ഇടിവിൽ നിൽക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് കാത്തിരുന്ന വാത്സല്യ സഹോദരിയെയാണ് നമുക്കവിടെ എടുത്തു പറയുവാൻ തക്കവണ്ണം കഴിയുന്നത്. സഹോദരിയുടെ സാക്ഷ്യമല്ല ഇതിനകത്ത് പറഞ്ഞത് മുഴുവനും, ആ കർത്തൃദാസൻ്റെ സാക്ഷ്യമാണ്. പ്രിയ സഹോദരി നമ്മോടൊപ്പം പങ്കുവയ്ക്കുവാൻ തക്കവണ്ണൂടെയായി തീർന്നത്. ഞങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില സംഭവങ്ങൾ, സാഹചര്യങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ പെട്ടെന്ന് ഒരു പക്ഷെങ്കിൽ മാനുഷികമായ ചില തീരുമാനങ്ങളൊക്കെ എടുത്ത് പലരുടെയും കുടുംബ ബന്ധങ്ങൾ മാറിപ്പോകാറുണ്ട്, കേസിനും വഴക്കിനും പോകാറുണ്ട്, മനുഷ്യരുടെ വാക്കുകൾ കേൾക്കാറുണ്ട്, ജീവിതത്തിൽ നിരാശ വരാറുണ്ട്. ഒത്തിരി സാഹചര്യങ്ങളിലൂടെ മനുഷ്യൻ കടന്നു പോകും. എന്നാൽ അതിൻ്റെയൊക്കെ നടുവിൽ നമ്മെ കൂട്ടി യോജിപ്പിച്ചത് ആരാണ്? നമുക്കൊരു ജീവിതം തന്നത് ആരാണ് എന്ന് നാം തിരിച്ചറിയുമ്പോൾ ഈ ചുരുങ്ങിയ ആയുസ്, ഈ ചെറിയ ആയുസ്, അത് കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി നാം ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മരണപര്യന്തം കർത്താവ് നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തുവാൻ, കരം പിടിച്ച് നടത്തുവാൻ ദൈവം വിശ്വസ്തനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു എന്ന് വാത്സല്യ സഹോദരി ആവർത്തിച്ച് പറയുകയുണ്ടായി. കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് പാപമോചനം മാത്രമല്ല, നമ്മുടെ ശരീരത്തിൻ്റെ സൗഖ്യം കൂടി കർത്താവ് നമുക്ക് തന്നിരിക്കുന്നു. കർത്താവ് ആ ക്രൂശിൽ സഹിച്ച ആ ഏറ്റ ഓരോ അടിയും, ഓരോ മുറിവും, ഓരോ ചതവും നമ്മുടെ ഓരോരുത്തരുടെയും മുറിവ് ഉണക്കുവാൻ, നമ്മുടെ രോഗസൗഖ്യമാക്കുവാൻ, നമ്മുടെ ഭാരം, നമ്മുടെ വേദനകളെ ചുമന്നൊഴിക്കുവാൻ വേണ്ടിയിട്ട് കർത്താവ്
ആ ക്രൂശിൽ ആ മുറിവുകൾ ഏൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സ്തോത്രം. നിശ്ചയമായിട്ടും കർത്താവ് വിശ്വസ്തനാണ്, അന്ത്യത്തോളം വഴി നടത്താൻ ശക്തനാണ്. ഏത് രോഗത്തിലായിരുന്നാലും ഏത് പ്രതിസന്ധിയുടെ നടുവിലായിരുന്നാലും ദൈവത്തിന് നമ്മെ വിടുവിക്കുവാൻ, നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം കഴിയും. 5 മാസമൊക്കെ വെന്റിലേറ്ററിൽ കിടക്കുക എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ കാര്യമാണ്. അത്രയൊന്നും സാധാരണ ആരും കിടക്കുകയില്ല. അതിനു മുൻപ് തന്നെ അവരുടെ ജീവൻ പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എന്നാൽ മരണകരമായ ഈ അനുഭവത്തിൻ്റെ നടുവിലൂടെയും ആമേനെ അല്പം പോലും പിന്മാറാതെ, പ്രതീക്ഷ കൈവിടാതെ, പ്രത്യാശ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ പ്രവൃത്തി കണ്ണിന് മുൻപിൽ വെളിപ്പെട്ട് വരുന്നത് വരെ ആമേൻ ഇടിവിൽ നിന്ന് കർത്താവിൻ്റെ ദാസിയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ കൊടുത്തു, അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം കൊടുത്തു, അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ശുശ്രൂഷ കൊടുത്തു, കൂട്ടായ്മ കൊടുത്തു. ഇന്ന് സന്തോഷത്തോടെ കർത്താവിൻ്റെ വേലയിൽ അവർ ഒരുമിച്ച് 5 പേരും ആമേനെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നല്ലോ. അതെ, നമ്മുടെ സമൂഹത്തിന് മാതൃക ആക്കാവുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ കുടുംബത്തെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സൗഖ്യവാരോഗ്യം ദീർഘായുസ്സും കൊടുക്കട്ടെ. അനേക ആത്മാക്കൾ അവരുടെ ഒരു ശുശ്രൂഷയിലൂടെ വെളിപ്പെട്ട് വരുവാൻ, വിടുവിക്കപ്പെടുവാൻ ആമേ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം കർത്താവ് അവരെ കൊണ്ട് ചെയ്തെടുക്കുന്ന നല്ല ശുശ്രൂഷ തുടർന്നും ചെയ്യുവാൻ, ശക്തമായി അതിന് നേതൃത്വം കൊടുക്കുക, മുന്നോട്ട് യാത്ര ചെയ്യുവാൻ കർത്താവ് കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കേൾവിക്കാർക്ക് തീർച്ചയായിട്ടും ഈ സാക്ഷ്യം ഒരു പ്രചോദനമായി തീരും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുവാൻ ആമേൻ ഇടയായിത്തീരും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ആഗ്രഹമാക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവേ ആമേൻ, എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള കുറവുകൾ എന്നോട് ക്ഷമിക്കണമേ, അവിശ്വാസത്തെ എന്നോട് ക്ഷമിക്കണമേ. കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം ലഭിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. വിശ്വസിച്ച് നമുക്ക് ഏറ്റുപറയാം. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കർത്താവിൻ്റെ ദാസി ഷീബ സിസ്റ്റർ ഈ നിമിഷം ഒരു നിമിഷം പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കും. Praise the Lord. Hallelujah, hallelujah, hallelujah. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം, 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 സ്തോത്രം. ഈ നിമിഷം കർത്താവേ, ഞങ്ങൾ നിന്റെ പാദപീഠത്തിലേക്ക് അടുത്തു വരികയാണ്. കർത്താവേ, ആരോമ ടിവിയിലൂടെ കർത്താവേ എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ അടുത്തു വരുന്നു. അപ്പാ, സ്തോത്ര, സ്തോത്ര, സ്തോത്ര. കർത്താവേ, ഈ നിമിഷം മുതൽ ഹല്ലേലൂയ, ഈ എന്റെ സാക്ഷ്യം കേട്ട ഈ നിമിഷം മുതൽ ദൈവത്തിന്റെ പ്രവൃത്തി അവിടുന്ന് അത്ഭുതങ്ങളെ അവിടുന്ന് കർത്താവേ നിന്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുമാറണേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അനേക ദുഃഖത്തില്, ഭാരത്തില്, വേദനയില്, നിരാശയില്, കടഭാരത്തില്, ഞെരുക്കത്തില്, രോഗത്തില്, മനം തകർന്ന് ആശ്വാസമറ്റ് ജീവിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവേ, ഇന്ന് ഈ നിമിഷം ദൈവത്തിന്റെ പ്രവൃത്തി അവർക്ക് വേണ്ടി ചലിക്കണമെന്നാതാ, അത്ഭുതങ്ങളെ ചെയ്യണമെന്നാതാ. ദൈവിക ഇടപെടലുകളെ ഓരോ കുടുംബങ്ങളിലും കർത്താവ് അവിടുന്ന് ചെയ്തെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അതാ. ദൈവത്തിന്റെ ഹല്ലേലൂയ അത്ഭുത പ്രവൃത്തി നടന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, അവർ യേശുവിനെ അറിയുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസം അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്നതാ. ഈ സാക്ഷ്യം കേൾക്കുന്നത് മുഖേന അവരുടെ കുടുംബത്തില്, അവരുടെ കുഞ്ഞുങ്ങളിൽ, അവരുടെ തലമുറകളില് അവർ ഭാരപ്പെടുന്ന വിഷയത്തിന്മേല്, നീറുന്ന വിഷയത്തിന്മേലെല്ലാം വലിയൊരു ദൈവിക വിടുതലും സൗഖ്യവും അവിടുന്ന് നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ട എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നതാ. അവരുടെ വിഷയത്തിന്മേൽ ദൈവം അവിടുന്ന് അത്ഭുതം ചെയ്തു എന്ന്, അതിശയങ്ങളെ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, അവർ കർത്താവിനെ അടുത്തറിഞ്ഞ് കർത്താവെ നിന്റെ ഇഷ്ടം ചെയ്ത് നിന്റെ കൽപ്പനകളെ പ്രമാണിച്ച് കർത്താവെ മുമ്പോട്ട് പോവാൻ ഓരോ വ്യക്തികളെയും സ്വർഗ്ഗോടുന്ന് സഹായിക്കുന്നതിനായി സ്തോത്രം. അതുപോലെ ദേവദാസിനെയും കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നതാ. കർത്താവിന്റെ നാമ മഹത്വമായി തീരട്ടെ. ഞങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമ മഹത്വത്തിന് കാരണമാക്കണം. പ്രാർത്ഥന കേൾക്കണം, മറുപടി കൽപ്പിക്കണം. നസ്രനാഥ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. വളരെ നന്ദി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുവാൻ ഇത്രത്തോളം സമയം വേർതിരിച്ച പ്രിയ ഷീബ സിസ്റ്ററിനുള്ളതായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. കർത്താവിൻ്റെ ആശയം കുടുംബത്തെ ശുശ്രൂഷ മണ്ഡലങ്ങളെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി, സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, അതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ വിവരം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ.
ഗോഡ് ബ്ലെസ് യു ഓൾ.